പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലത്ത് തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ അകത്ത് തന്നെയാണ് വീണ്ടും കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ അകത്ത് തുടങ്ങാം. കഴിഞ്ഞ കമൻറ്റ് വായനയിലത്തെ ഒരു കമൻറ്റാണ് കേട്ടോ. ബിജിത്ത് ചേച്ചിയുടെ അമ്മ പറഞ്ഞു പഠിപ്പിച്ച കാര്യം സത്യമാണ്. എൻ്റെ കുഞ്ഞിലത്തൊരു അനുഭവം ഞാൻ പറയട്ടെ. കുട്ടിയിലെയുള്ള ആന്തരിക മുറിവുകൾ അത് മരിക്കുന്നത് വരെയും നമ്മൾ മറക്കില്ല. എനിക്ക് 3.5-4 വയസ്സിനകത്താണ് പ്രായം. കഥ ഇതാ തുടങ്ങുന്നു. താരതമ്യേന കുഴപ്പമില്ലാതിരുന്നൊരു കുടുംബത്തിൽ ഞാൻ ജനിച്ചപ്പോൾ ഗൾഫിലുള്ള അച്ഛൻ്റെ ബിസിനസ് എല്ലാം തകർന്നു. ആൾ സൗദിയിലെ ജയിൽ അറകളിലുമായി. എന്തോ ചെക്ക് കേസുകളാണെന്ന് തോന്നുന്നു. കുട്ടിയിലെ കിട്ടാറുള്ള ബിസ്ക്കറ്റ്, പഴവർഗ്ഗങ്ങൾ ഇത്യാദികളൊന്നും എനിക്ക് കിട്ടാറില്ല. ഒളിച്ചോടി കല്യാണം കഴിച്ചതുകൊണ്ട് അമ്മയുടെയോ അച്ഛൻ്റെയോ വീട്ടുകാരുടെ ഒരു ദാക്ഷിണ്യവും കിട്ടുന്നതുമില്ല. അമ്മയുടെ സഹോദരൻ, എൻ്റെ മാമൻ, ആള് ഗൾഫിൽ പോയി സമ്പാദിച്ച് നാട്ടിലെ പ്രമാണിയാണ്. അവരുടെ ഇരട്ട കുട്ടികളുടെ ബർത്ത്ഡേക്ക് 1-ാം വാർഷികം നമ്മളെയും ക്ഷണിച്ചു. എൻ്റെ അമ്മയുടെ കൂടെയാണ് പോകുന്നത്. അവർ കടയിൽ കയറി മധുര പലഹാരങ്ങളും പഴവും ലഡു ഇത്യാദി സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത് കൊതിയോടെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ മാമൻ്റെ മൂത്ത മകനും ഞാനും ഒരു പ്രായമാണ്. ഇളയ കുട്ടികൾ ഇരട്ടകളാണ്. അവരുടെയാണ് ബർത്ത്ഡേ. നമ്മൾ ചേച്ചിയും ഞാനും അമ്മാമ്മയും എൻ്റെ അമ്മയും കൂടി അവിടെ എത്തിയപ്പോൾ മാമൻ്റെ മൂത്ത മകനായ എൻ്റെ പ്രായക്കാരൻ അമ്മയുടെ പൊതിയിൽ കയറി പിടിച്ചു. അവൻ്റെ നെറ്റിയിൽ ഒരു മുത്തവും കൊടുത്ത് അമ്മ മാമൻ്റെയും മാമയുടെയും മുന്നിൽ വെച്ച് അവന് ആ സമ്മാനം സമ്മാനിച്ചു. ആക്രാന്തം മൂത്ത ഞാൻ അതിൽ കയറി പിടിച്ചു. കവറ് പൊട്ടിച്ച് തീറ്റ തുടങ്ങി. അറിവില്ലാത്ത പ്രായമല്ലേ, കിട്ടാക്കനിയും. നേരത്തെ ആ പലഹാരങ്ങളിൽ നോട്ടമിട്ടിരുന്ന ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കുംഭകർണനെ പോലെ തീറ്റ തുടങ്ങി. അവന് പരിഭവമൊന്നുമില്ലായിരുന്നു. അവനും എൻ്റെ കൂടെ കൂടി. ഇത് കണ്ട് എൻ്റെ അമ്മയുടെ അമ്മ അതിൽ നിന്നും എന്നെ വലിച്ചു മാറ്റി ഒറ്റയേറ്. ചെന്ന് വീണതാകട്ടെ സ്റ്റെയർ കേസിൻ്റെ പടിയിലും. നെറ്റി പൊട്ടി. പക്ഷെ ഞാൻ വിടുമോ? എൻ്റെ ലക്ഷ്യം അവന് മുമ്പേ അതൊക്കെ തിന്നണം. രക്തമോ വേദനയോ ആ പ്രായത്തിൽ നമുക്ക് വിഷയമല്ലല്ലോ. മുമ്പിൽ മറ്റവൻ കഴിക്കുന്നത് എൻ്റെ സ്വപ്നങ്ങളാണ്. വീണ്ടും ഇഴഞ്ഞുപോയി ഞാൻ അതിൽ കയറി പിടിച്ച് തീറ്റ തുടങ്ങി. ഹൃദയവേദനയോടെ കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ എനിക്കിത് വായിക്കാൻ പറ്റില്ലേ. വായിക്കുമ്പോഴേ വിഷമം വരും. കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അമ്മ, അതുവരെ അടിക്കാതിരുന്ന എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ഹൃദയവേദനയോടെ എന്നെ അറഞ്ചം പുറഞ്ചം സ്വന്തം കൈകൊണ്ട് അടിച്ച് കരിമ്പും ചണ്ടിയാക്കി മാറ്റി. അവിടെ നിന്ന് എന്നെയും എടുത്തുകൊണ്ട് എൻ്റെ അമ്മയും ചേച്ചിയും താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 തുന്നലുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടമല്ല, പഴയതാണ്. 2 ദിവസം അവിടെ കിടന്നു എന്ന് തോന്നുന്നു. അതാണ് എൻ്റെ ഓർമ്മ. അന്ന് എനിക്ക് എൻ്റെ അമ്മ ഒരു ഉപദേശം തന്നിരുന്നു. ഈ വീഡിയോയുടെ ആദ്യം ചേച്ചി പരാമർശിച്ചില്ലേ, അതിലും ഭീകരമായി. ഇന്ന് വരെ അത് ഞാൻ തെറ്റിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി, ആ അടിയുടെ വേദന കൊണ്ടാണോ എന്നറിയില്ല, ആരുടെയും കല്യാണത്തിന് പോവുകയാണെങ്കിൽ അമ്മയുടെ അടുത്ത് മാത്രമേ ഞാൻ ഇരിക്കൂ. അമ്മ ഒരു പിടി വായിൽ വെച്ചാൽ ഞാനും അത് തിന്നും. അമ്മ 10 തിന്നുന്നതെങ്കിൽ ഞാനും 10 തിന്നും. പക്ഷേ എൻ്റെ അമ്മ പകർന്നു തന്ന ആ അറിവ് മൂലം പിന്നൊരിക്കലും ഈ ലോകത്ത് ഞാൻ മുറിവേൽക്കപ്പെടാനോ മാറ്റി നിർത്തപ്പെടാനുള്ള ആളായോ മാറിയിട്ടില്ല. അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. അമ്മ, ഐ ലവ് യു അമ്മ. ഇത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇതിപ്പോൾ കേൾക്കുമ്പോൾ വലിയ ഫീലില്ലേ. പക്ഷേ ആ ഒരു പട്ടിണി കാലല്ലേ, നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ കിട്ടാത്ത സമയങ്ങളിൽ ഉണ്ടാവില്ലേ, ആ സമയത്തുള്ള ജനിച്ചിട്ടുള്ള ആളുകൾക്ക് ശരിക്കും ഇത് മനസ്സിലാവും. ഇതിൻ്റെ വേദന, ഇതിൻ്റെ ഒരു ഇതൊക്കെ. അതെ, അമ്മമാര് ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ഞാൻ പാല് കട്ട് കുടിച്ചൊരു കാര്യം പറഞ്ഞിട്ടില്ലേ, പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ അമ്മാമ്മയുടെ പാല്, നമ്മുടെ എന്താ പറയാ, വീട്ടില് അമ്മാമ്മയ്ക്കുള്ള പാല് വാങ്ങിക്കുമ്പോൾ ചരിത്രം ഞങ്ങളിലൂടെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ സെയിം അവസ്ഥയാണത്. സെയിം. എനിക്കതാ ഇത് വായിച്ചപ്പോൾ ഓർമ്മ വന്നത് അത് തന്നെ. അന്ന് കൊതി സഹിക്കാൻ പറ്റാണ്ട് നമുക്ക് പാല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. എനിക്ക് പാല്, മുട്ടയൊക്കെ. പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പോലും കിട്ടില്ല. അപ്പം എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് അച്ഛനത് വാങ്ങിച്ചു തരാനും കഴിയില്ല. പക്ഷെ അമ്മാമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു. അമ്മാമ്മയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. ഒരു നാഴി പാല് വെച്ചിട്ട് അമ്മാമ്മയ്ക്ക് വാങ്ങിച്ച അമ്മാമ്മ അത് കുടിക്കുക. അപ്പോഴാണത് കാച്ചി ഇങ്ങനെ അതിങ്ങനെ ആറ്റി ആ ഗ്ലാസ്സിൽ അതിങ്ങനെ ഒരു വലിയൊരു കുമ്പം ഗ്ലാസ് ഉണ്ട്, അതിലത് മൂടി വെച്ചേക്കാം അമ്മ. അമ്മാമ്മയ്ക്ക് കുടിക്കാൻ വേണ്ട. അമ്മാമ്മ ഉച്ച തിരിഞ്ഞ് വൈകുന്നേരം ഒരു 6 മണി 7 മണിക്കായിട്ടാണ് കുടിക്കുക.
അപ്പം അതങ്ങോട്ട് ഇരിക്കുന്ന ആ പാലിൻ്റെ മണം കൂടി അങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റാണ്ടാണ് ഞാനൊരു 4 സ്പൂൺ പാലാണ് അതിൽ നിന്ന് കുടിച്ചത്. ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ പാട് വരുമല്ലോ, ഗ്ലാസ് കൊണ്ട് തന്നെ കുടിച്ചത്. അപ്പോൾ അത് 5ലോ 6ലോ പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് അമ്മാമ്മ ഇങ്ങനെ കുറേ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിർത്താണ്ട് ഞാൻ കുടിച്ചു എന്ന് അറിഞ്ഞപ്പോഴേ പാലിൻ്റെ അളവ് കുറഞ്ഞു. 4 സ്പൂൺ എന്ന് പറയുമ്പോൾ എടുത്താലും അതിൽ ഇത്തിരി പാടേര അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് അടിയിലേക്ക് ഇറങ്ങി നിൽക്കുക. അപ്പോഴാണ് അമ്മയുടെ എനിക്കന്ന് കുറേ അടി കിട്ടിയെന്ന്. അടി കിട്ടിയെന്ന് പറയും, അടിച്ച് പുറത്താക്കി വാതിലടച്ചമ്മ, ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഞാനും ഇതുപോലെ തീരുമാനമെടുത്തു. അപ്പോൾ നമുക്ക് കിട്ടണത് മതിയെന്നേ, വേറൊരാളുടെയും നമ്മൾ ആഗ്രഹിക്കേണ്ട. നമുക്ക് കിട്ടാനുള്ളതാണോ നമ്മുടെ എനിക്കത് വരും. അങ്ങനെ കുറെ പാഠങ്ങൾ നമ്മുടെ ചെറുപ്പത്തിൽ വേദനിപ്പിക്കുന്ന ഒരു കത്തായി, അല്ല ഒരു കമന്റായി. ജിത്ത് ബിജിത്ത് ജിത്ത് ബിജിത്ത്. നമുക്ക് അങ്ങനെ കുറേ അടി അമ്മയൊക്കെ നമ്മളെ കുറേ അടിക്കുമ്പോൾ പിന്നീട് ആലോചിക്കുമ്പോഴായാലും നമ്മൾ അമ്മമാരെ ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ, അതാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുക. അല്ലാണ്ട് നമുക്ക് അടി കിട്ടിയതോ നമ്മൾ അപമാനിക്കപ്പെട്ടതോ നമ്മൾ വേദനിച്ചതോ ഒന്നും നമുക്ക് തോന്നില്ല. അയ്യോ ആ സമയത്ത് എൻ്റെ അമ്മ എന്തോരം വേദനിച്ചു അങ്ങനെ. പ്രത്യേകിച്ച് നമ്മളൊരു അമ്മയാവുമ്പോൾ കൂടുതൽ. അതുകൊണ്ടാണ് എനിക്കിത് വായിച്ചപ്പോൾ അത് ഭയങ്കര ഫീലായത്. പോട്ടെ. അടുത്തത് അപ്പോൾ ആ ഒരു കമൻറ്റ് മാത്രമാണ് ആ വീഡിയോ ഒന്ന് എടുത്തിട്ടുള്ളത്. അതിൽ കുറേ കമൻറ്റ്സ് ഉണ്ട്. ഞാൻ കുടുംബകലയ്ക്കാണോ അല്ലയോ എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ അത് റോയൽ ടീം പറഞ്ഞ അഭിപ്രായം കറക്റ്റാണ്, ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള കമൻസും ഉണ്ട്, കുറേ എന്നെ സപ്പോർട്ട് ചെയ്യണ കമൻസും ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, എല്ലാ മുകളിലുള്ള ആൾക്കറിയാം ഞാൻ എന്താണ് ആരാണെന്നൊക്കെ, അത് മതി. അതുകൊണ്ട് നമുക്കിപ്പോൾ നാട്ടുകാരെ മുഴുവൻ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ബോധിപ്പിച്ച് ജീവിക്കാനൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ എനിക്കൊരു വിഷമം തൊട്ടുണ്ടായെന്ന് വെച്ചാൽ അച്ഛൻ കമൻറ്റ് വായനയുടെ വീഡിയോസൊന്നും കാണാറില്ല. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ആ കമൻറ്റ് വായിച്ചത്. പക്ഷെ അച്ഛൻ ആ വീഡിയോ കണ്ടു. അപ്പോൾ അച്ഛന് വിഷമമായി. അങ്ങനെയൊക്കെയല്ല അച്ഛനെ പറയണത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്തിനാ ഇങ്ങനത്തെ കമൻറ്റൊക്കെ വായിക്കണേ എന്ന് ചോദിച്ചു. പാവം അച്ഛൻ വിഷമമായി അച്ഛൻ. ജിബി ജേക്കബ്, അജു സരിത ജഗ്ഗു വീഡിയോകളെല്ലാം നന്നാകുന്നുണ്ട്, ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. എൻ്റെ മകൾക്ക് ജനിച്ച കാലം മുതൽ അലർജിയാണ്, ഇപ്പോൾ 24 വയസ്സായി. നിങ്ങളുടെ മുൻപുള്ള വീഡിയോയിൽ അലർജി മരുന്നിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അത് കണ്ടിട്ട് 1.5 കൊല്ലം മുന്നേ മോൾക്ക് മുക്കുറ്റിയും കുരുമുളകും അരച്ച മരുന്ന് കൊടുത്തിരുന്നു. 41 ദിവസം കഴിച്ചു. പഥ്യവും നോക്കിയിരുന്നു. അത് കൊടുക്കാനുണ്ടായ കാരണം മകൾ കാനഡയ്ക്ക് ആദ്യമായി പോവുകയായിരുന്നു. അവൾക്ക് തണുപ്പും പൊടിയും ഭയങ്കര അലർജിയായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായി, അവിടെ മഞ്ഞായതുകൊണ്ട് തുമ്മലുണ്ടാകുമോ എന്ന്. പക്ഷെ മുക്കുറ്റി അരച്ച് കഴിച്ച ശേഷം ഇപ്പോൾ 1.5 കൊല്ലമായി ഇതുവരെ തുമ്മലോ മൂക്ക് കടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ ഇഫക്റ്റീവായ മെഡിസിനാണ്. ഞാൻ കുറേ പേർക്ക് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അനുഭവം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് വിചാരിച്ചാണ് ഈ മെസ്സേജ് ഇടുന്നത്. നിങ്ങൾ പറഞ്ഞു തന്ന നല്ല അനുഭവക്കുറിപ്പുകൾ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ജഗ്ഗു 10ാം ക്ലാസ് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചു ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം അതൊരാളുടെ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം, ഒരു അനുഭവം ആയതുകൊണ്ട് വായിച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കൂടൽമാണിക്യം ഉള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അപ്പം അത് വായിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഈ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ. പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോൾ അത് കാണണില്ല. അപ്പോൾ വായിക്കും വെച്ചിട്ട് വാട്സപ്പിൽ ആൾ അയച്ചെന്നേക്കാം. ഞാൻ സിജി എന്നാണ് കേട്ടോ പേര്, സിജി. ഞാൻ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന പീരീഡ് സമയത്ത് തലവേദന. ഒന്നുകിൽ ചെറുതായിട്ട് വരുമ്പോൾ തന്നെ ടാബ്ലറ്റ് കഴിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ അതെടുത്താലേ മാറുകയുള്ളൂ. തലവേദനയ്ക്ക് ഡോക്ടറെ അടുത്ത് വല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നറിയാനാണ് സരിതയെ കോൺടാക്റ്റ് ചെയ്തത്. ഉണ്ടെങ്കിൽ ഇത്ര ദൂരം വന്നാൽ മതിയല്ലോ. നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള 4 ഐറ്റംസ് വെച്ച് തിളപ്പിച്ച് ഈ ഒരു വെള്ളം ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. അതിനുശേഷം മാറിയില്ലെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പം എനിക്ക് 5 മാസമായിട്ട് ആ തലവേദന ഇല്ല. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര വർഷമായി ഞാനിത് അനുഭവിക്കുന്നു, എനിക്ക് തന്നെ ഓർമ്മയില്ല. അത്ര കാലമായി. ഡോക്ടർക്ക് നന്ദി. സരിത അജുവേട്ട എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഈ മുക്കുറ്റി മരുന്നിനെ വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. ഈ കമൻറ്റ് വായനയിൽ വായിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് ഇട്ടുതന്നത് ആ കുട്ടിയുടെ അനുഭവം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ പേര് മാറിയവരുടെ. പിന്നെ ഇപ്പം നമ്മളതിൽ പറഞ്ഞില്ല EC2 എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നിനെ കുറിച്ചിട്ട്, അതായത് വയറിന് സുഖമില്ലാത്തവർക്ക് കഴിക്കാൻ പറ്റിയ മലബന്ധം ഒക്കെ ഉള്ളവർക്കും ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടൊക്കെ പിറ്റേ ദിവസമൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ കുട്ടികൾക്ക് അടക്കം കഴിക്കാൻ പറ്റുന്ന
വളരെ സേഫ് ആയിട്ടുള്ള ലേഹ്യം പോലുള്ള സാധനം. EC2. അപ്പം അത് വാങ്ങിക്കാൻ കുറേ പേർക്ക് അതിൻ്റെ നമ്പറും ഇത് അറിയാണ്ട്, അതുകൊണ്ട് വീണ്ടും കമൻറ്റ് ഇട്ടിട്ടുണ്ട് നമ്പർ തരുമെന്നിട്ട്. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കാട്ടാ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നേരിട്ട് ഓർഡർ ചെയ്യാം. നല്ല മരുന്നാണ് കേട്ടോ, നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയണത്. കുറേ പേര് അത് ഉപയോഗിച്ച് കുറേ നാളുകളായിട്ട് അത് ഉപയോഗിക്കുന്നവർ ഒക്കെ ആ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് നല്ല സാധനമാണെന്ന് പറഞ്ഞിട്ട്. അടുത്തത് മിനി മാനുവൽ. അജു, നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടുന്നത് എന്തും എത്രയും ആയിക്കൊള്ളട്ടെ, അത് നമുക്ക് വിലമതിക്കാനാവാത്തതാണ് അതിൻ്റെ സന്തോഷം. പിന്നെ 2 കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട, ചോറിൻ്റെ കൂടെ കഴിക്കണം. എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ ബിന്ദുവിൻ്റെ സന്തോഷം എന്തായിരിക്കും? ബിന്ദുച്ചി അത് കാണാനാണ് ഇരിക്കുന്നത്. ഇത് കൊണ്ടുപോയി കൊടുത്തത് വീഡിയോ എടുത്തിട്ടുണ്ടോ? റോഷ്നി, അജു, സരിത, ജഗ്ഗു, നിങ്ങൾ എല്ലാവരും കൂടി ഞണ്ട് റോസ്റ്റ് കഴിക്കുന്നുണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. സീമ നല്ല സുന്ദരിയായിപ്പോൾ. പിന്നെ അജു ചാണകം പോയിട്ടും വാചകം പഠിച്ച് ജയിച്ചു നിന്നു. വിളവെടുപ്പ് മനോഹരമായിരുന്നു. വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ ഭാഗ്യമുള്ളവർ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്ലഞ്ചേട്ടൻ്റെ മകൻ്റെ പേര് ഷുമാക്കർ എന്നാണോ? പേര് അമൽ എന്നാണ് ഒഫീഷ്യൽ നെയിം. ഷുമാക്കർ എന്നാണ് അവൻ ജനിച്ചപ്പെട്ടത് ഷുമാക്കർ. മൈക്കൽ ഷുമാക്കർ. ഞങ്ങളെല്ലാവരും ഇവിടെ മറ്റേ കാർ റേസിംഗ് അല്ലേ, Formula 1, അത് കാണാൻ ഇരിക്കും. അന്ന് കാലത്ത് എല്ലാവരും ഇരിക്കും. എല്ലാ ഞായറാഴ്ചകളിലാണല്ലോ ഈ ഉച്ചതിരിഞ്ഞാണ് ഈ റേസിങ് നടക്കുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കളികളും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ TV-യുടെ മുന്നിൽ ഞങ്ങൾ ഇരിക്കും പണ്ട് കാലത്ത്. അപ്പോൾ അത് അങ്ങനെ ഷുമാക്കറിനോട് അന്നോട്ട് തന്നെ ആരാധകരാണ് എല്ലാവരും. കുറേ വർഷം 1-ാം സ്ഥാനം അലങ്കരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഷുമാക്കറിൻ്റെ ഈ അല്ലാതിൻ്റെ മോനെ ജനിക്കുമ്പോൾ അവന് ഷുമാക്കർ എന്ന പേരിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷുമാക്കർ എന്നാണ്ട് വിളിച്ചു. പക്ഷെ ചേച്ചിക്ക് ആ പേര് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ സ്കൂളുകാർക്കല്ല ഇതില്ലേ ജനന സർട്ടിഫിക്കറ്റ്, അതെടുക്കാൻ പോയപ്പോൾ ചെറിയേട്ടനാണ് ഇവൻ്റെ എടുക്കാൻ കോർപ്പറേഷനിൽ പോയേ. അപ്പോൾ പേര് ചെറിയേട്ടൻ അവിടെ അമലിന് കൊടുത്തു, പേര് ചേർക്കാൻ കൊടുത്തപ്പോൾ. എന്നിട്ട് പിന്നെ സ്കൂളിലേക്ക് പേര് ചേർക്കാൻ വേണ്ടി പോയി, സ്കൂളിൽ ചേർത്താൻ വേണ്ടി പോയി. അപ്പൊ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റിലെ പേരായിട്ട് ബന്ധമില്ല. സ്കൂളിൽ ചേർക്കണ ആ സമയത്ത് ഏത് പേരാണ് ചേർക്കണത് അപ്പം ചേർക്കാം. അപ്പം പേര് ചേർക്കാനായിട്ട് ജിത്ത്, അത് വലിയ മോനും ഷുമാക്കർ എന്നല്ലേ പേര്. സ്പെല്ലിങ് SCHUM അങ്ങനെ സ്പെല്ലിങ് വരാമല്ലോ. അപ്പം അത് ചിലപ്പോൾ ടീച്ചർമാർക്കൊന്നും അറിയില്ലല്ലോ സ്പെല്ലിംഗ് എന്നൊക്കെ വിചാരിച്ചിട്ട് പേര് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുത്ത് അവനെ വിട്ടുണ്ടായിരുന്നെ അല്ലെങ്കിൽ എൻ്റെ കൂടെ. പക്ഷെ ടീച്ചർമാർ ചേർത്താൻ അവിടെ ഇരുന്നൊരു പൊടിക്ക് സംബന്ധിച്ചില്ല. അമൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത്ര നല്ല പേരുള്ളപ്പോഴാണ് ഈ ഷുമാക്കർ എന്നൊക്കെ പേരിടണേ. വലിയോരോടും ഇങ്ങനത്തെ പേര്, അത് ഇത് ഈ കുട്ടീൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ജാതി ഏതാണെന്നറിയോ, മതം അറിയോ, മറ്റേ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സമ്മതിച്ചില്ല അമലിന് പേരിട്ടു. അങ്ങനെ ഒഫീഷ്യൽ നെയിം അമൽ എന്നാണ്, പക്ഷെ അല്ല ചേട്ടൻ ഷുമാക്കർ എന്നാണ് വിളിക്കുക. പിന്നെ അത് മാത്രമല്ല അവർക്ക് സ്കൂള് ഇതിൽ ഈ മറ്റേ ഹാജർ പുസ്തകത്തിലൊക്കെ ഷുമാക്കർ എന്നൊക്കെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞു. എന്തൊരു ബുദ്ധിമുട്ടല്ലേ അപ്പൊ ജിത്ത് ഇവിടെ വന്ന് പറഞ്ഞാണെന്ന് അങ്ങനെ പേര് മാറ്റി. വിൻസി ജോഷി, ബിന്ദു ചേച്ചി അടിപൊളി, എന്തൊരു അടുക്കും ചിട്ടയുമായിട്ടുള്ള ജീവിതം. ഞാൻ വിചാരിച്ചത് ഞാനാണ് വേഗത്തിൽ സംസാരിക്കുന്ന ആളെന്നാണ് എന്ന് മാത്രമല്ല ചേട്ടൻ പോലും നിശബ്ദനായി. ചേച്ചി ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ചേച്ചിയും കമൻറ്റ് വായിക്കും എന്ന് കരുതുന്നു. സൂപ്പർ വീഡിയോ. ഇത് ബിന്ദു ചേച്ചിയുടെ വീട്ടിലേക്ക് നമ്മൾ പോയ കമൻ്റാണ്, അല്ല വീഡിയോയിലത്തെ കമൻ്റാണ് കേട്ടോ. ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞാലേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിനെ കുറിച്ചിട്ട് നമ്മൾ മോഹൻലാലിനെ കുറിച്ച് പറയില്ലേ, ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന പോലെ ദ കംപ്ലീറ്റ് ഹൗസ് വൈഫ് എന്ന് പറയാം. പക്ഷെ ഒരു ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ് ആളെ ഒതുക്കാനും പറ്റില്ല. നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല അറിവുണ്ട്. ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, നല്ല സ്വീറ്റായിട്ടുള്ള സംസാരം, എല്ലാവരോടും പെരുമാറാനും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നീറ്റാണ്. അവരച്ഛനെ നോക്കണം. ആ 96 വയസ്സായിട്ട് ആ അച്ഛൻ അങ്ങനെ അതുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒരു 60-65 വയസ്സല്ല അച്ഛനാണ്ടാ തോന്നുള്ളൂ, അതിരിക്കുന്നുണ്ടെങ്കിൽ അത് ആ ചേച്ചി നോക്കണം. എൻ്റെ അത്ര നന്നായിട്ടാണ് ആ ചേച്ചി അച്ഛനെ അമ്മേനെ നോക്കിയിരുന്നത്. അപ്പം പിന്നെന്താ, ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മറ്റുള്ളവർക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ നേരെ ആ വീട്ടിലേക്കാണ്ട് കയറി ചെല്ലാൻ നിൽക്കുക, ഗേറ്റ് തുറന്നിട്ട് കയറി ചെല്ലുമ്പോൾ ആ വീടും പരിസരവും അതിൻ്റെ വൃത്തി, പിന്നെ അത്യാവശ്യം പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ, പിന്നെ ഗാർഡൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഗാർഡൻ ഒന്നും ആ ചേച്ചി നോക്കിയോടുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛനാണ് നോക്കിയോടുന്നത്. ആൾക്ക് ഗാർഡൻ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പം പിന്നെ ആൾക്ക് നോക്കാൻ പറ്റാണ്ടായപ്പോൾ ആളുണ്ടാക്കിയ സാധനങ്ങൾ നശിപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് ചെയ്തിട്ട് ആ ചേച്ചി അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ ആൾക്കും അതിലിഷ്ടമായി. അടുക്കളയും വീടൊക്കെ എത്ര നീറ്റായിട്ടാ. ഒരു സാധനം പോലും അനാവശ്യമായിട്ടൊരു സാധനം നമ്മുടെ വീട്ടിൽ അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കാണില്ല. പിന്നെ ഒരു നായുണ്ട്, അതിനും നോക്കുന്നുണ്ട്. അതൊരു നാടൻ നായുണ്ട്, അതന്നെ രസം. നമുക്ക് ശരിക്ക് മാതൃകയാക്കാൻ പറ്റും. എനിക്ക് കണ്ടപ്പോൾ എനിക്ക്
അത്രയ്ക്കും തോന്നിയൊരു കാര്യമാണ്. ഈ ചേച്ചീനെ നമുക്ക് ശരിക്കും റോൾ മോഡലൊക്കെ, ഒരു അഭിനയങ്ങളും നാട്യങ്ങളും ഒന്നും തന്നെ ഇല്ല, ഉള്ളതാണ് കാണുന്നത്. ആ ചേച്ചിയുടെ ഫ്രണ്ട്സിനായാലും എനിക്ക് കുറേ വർഷമായിട്ട് നമുക്ക് ചാനൽ തുടങ്ങിയ സമയം തൊട്ട് തന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ആ ചേച്ചിയുടെ ബന്ധുക്കൾ പുത്തൂരുണ്ടേ. അപ്പോൾ പ്രീതി ചേച്ചിയുടെ വീട് പുത്തൂരുള്ള. അപ്പം എൻ്റെ അടുത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അവിടെ അമ്മായി ഉണ്ട്, അമ്മയുടെ അമ്മായിയോ അങ്ങനെ ആരോ പുത്തൂരുള്ളവരറിയോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പിന്നെ നമുക്ക് റെസിപ്പികളൊക്കെ പറഞ്ഞു തന്നിട്ട് പിന്നെ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേ തന്നെ ഞാൻ പറയും, അയ്യോ ചേച്ചിയുടെ സൗണ്ട് എന്തൊരു രസം കേൾക്കാൻ, നല്ല ആർജെ ഒക്കെ ആവാൻ പറ്റിയ സൗണ്ട്. ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും നല്ല രസമായിട്ട്. പിന്നെ അതുപോലെ ഭയങ്കര ഭക്തിയാണ്, ഈശ്വരഭക്തി ഉള്ളവർക്ക് തന്നെ ഒരു ഇതുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മാസം അവർ കുറച്ച് ദിവസം ഗുരുവായൂർ എല്ലാ ഇതുകളും മാറ്റി വെച്ച് ഗുരുവായൂർ പോയിട്ട് ഭജനയിരിക്കും, അങ്ങനെയൊക്കെയാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഇതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറയാം, ചേച്ചിനെ ആ മോനെ വളർത്തിയേക്കണ രീതി. 10 വർഷം കഴിഞ്ഞിട്ടാണ് മോനുണ്ടായിട്ടുള്ളത് കേട്ടോ. ആ കുട്ടിയാണ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആ കുട്ടിയാണ് കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ രാത്രി ഭക്ഷണം എല്ലാവരും കഴിക്കൽ കഴിഞ്ഞ് ഇവർ അങ്ങനെ തന്നെ കൈ കഴുകി പോയി കിടക്കുമെന്ന് പറഞ്ഞു. സാജുവേട്ടനും ബിന്ദു ചേച്ചിയും. വസുവാണ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ബാക്കി വന്ന ചോറ് കറികളൊക്കെ മാറ്റാനുള്ളതെല്ലാം ബോക്സുകളിലേക്ക് മാറ്റിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ടതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് എല്ലാം കഴുകി അടുക്കള നീറ്റാക്കിയിട്ടിട്ടാണ് ആ കുട്ടി പോയി കിടന്നുറങ്ങുന്നത്. ഞാൻ അത് കേട്ടവിടെ ശരിക്കും ഞെട്ടി. അവൻ എല്ലാ കാര്യങ്ങളും അവിടെ ഒപ്പം നടന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ചെന്നപ്പോഴായാലും സരിതാൻറ്റി അജു അങ്കിളിനെ വിളിച്ച് ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്, വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അവരവരുടെ ഫോണും കൈ പിടിച്ച് അവരുടെ ലോകമായിരിക്കും, ശ്രദ്ധിക്കാറില്ല. നമ്മൾ കുറേ വീടുകളിലേക്ക് പോകണതല്ല, അപ്പോൾ നമുക്ക് കാണാം. അത് പറഞ്ഞിട്ടല്ല, നമ്മുടെ വീട്ടിലുണ്ട് കുറേ പിള്ളേർ, അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ കാണുന്നതല്ലേ. അങ്ങനെ ഒരു നല്ല സ്നേഹമുള്ള ഒപ്പം നിന്നിട്ടേ ആ ചേട്ടനും അതെ. ഇപ്പം ഞങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സാജുവേട്ടൻ അടുക്കളയിൽ വന്നിട്ട് ഞങ്ങൾക്കുള്ള മാമ്പഴം ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ പാചകം ഷൂട്ട് ചെയ്ത് ക്രാബിൻ്റെ ആണല്ലോ, അതിനു മുൻപ് ഞങ്ങൾ ഉച്ചയ്ക്കലത്തെ ഭക്ഷണം കഴിച്ചു. ഇതൊക്കെ ഈ ചേച്ചി ഉണ്ടാക്കിയതാണ്. ബീഫ്, ഡക്ക് റോസ്റ്റ്, പിന്നെ മറ്റേ കരിമീൻ പൊള്ളിച്ചത്, പിന്നെ ഒരു മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ എന്നിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കൽ കഴിഞ്ഞപ്പോഴത്തെ കുറേ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലുണ്ടായിരുന്നു. അതൊക്കെ ഈ ചേട്ടൻ വന്നിട്ട് കഴുകി വെച്ച്. ആ ചേട്ടൻ അതെല്ലാം തേച്ച് കഴുകി വെച്ച് കഴിഞ്ഞിട്ട് എല്ലാം വെക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം എടുത്ത് വെച്ച് കംപ്ലീറ്റ് കിച്ചൺ ആ ഭാഗം മൊത്തം ക്ലീൻ ചെയ്ത്. ഇപ്പം ഞാനും ചെയ്യാറുണ്ട് ഇതൊക്കെ. ഈ നമ്മുടെ ഈ വാഷ് ബേസ് നമ്മൾ ഇതുണ്ടല്ലോ സിങ്ക്, ഈ സിങ്കിൻ്റെ ഈ സൈഡിലത്തെ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കണം, അവരറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് പറയുമ്പോഴോ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായിണ്ടാവുക. ഈ സൈഡിലത്തെ ടൈലൊക്കെ ഇതൊക്കെ ഞാൻ 1-2 ദിവസം കൂടുമ്പോഴാണ് ഒന്ന് കഴുകി അത് തുടയ്ക്കുക. ഇത് കയ്യോടെ അതൊക്കെ ആ ചേട്ടൻ തുടച്ച്, എൻ്റെ ദൈവമേ, അത് കഴിഞ്ഞാൽ ആ തുടയ്ക്കണ തുണി അടക്കം നന്നായി കഴുകി അവിടെ വിരിച്ചിട്ട് നല്ല ക്ലീനാക്കിയിട്ട് പോയി. അങ്ങനെ അപ്പോൾ അവർ മൊത്തം എല്ലാവരും അങ്ങനെയാണ്. ആ സാജു ചേട്ടന് പറ്റിയ ബിന്ദു ചേച്ചിക്ക് പറ്റിയ സാജു ചേട്ടൻ. ആ ചേട്ടനായാലും തുണികളൊക്കെ അവർ ആ ഷെൽഫൊക്കെ ഇരിക്കുക കാണുമ്പോഴേ തുണികളൊക്കെ മടക്കി വെച്ചേണത് കാണുമ്പോൾ അപ്പോൾ ചേച്ചി പറയാം, സാജു ചേട്ടൻ അയൺ ചെയ്ത് തേച്ച് വെച്ച തുണി കണ്ട് നമുക്ക് എടുക്കാൻ തോന്നില്ല, ആ മടക്കെന്ന് വർത്താൻ തോന്നില്ല അത്രയ്ക്കും. അതുപോലെ അമ്മയെ അവരെ അങ്ങനെയായിരുന്നു അത്രേ, നല്ല ഇതിലാണ് മടക്കി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ അതുപോലെ തന്നെ അവരെ മോനെ നല്ലൊരു ഐശ്വര്യമുള്ള ഫാമിലി, നല്ലൊരു ആക്കാവുന്ന ഒരു നല്ലൊരു കുടുംബം. അങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നവരെ. ആ 98-ലാണ് അവർ വീട് വെച്ചാണ് കേട്ടോ. 25 വർഷം 98 എന്ന് പറയുമ്പോൾ ഇപ്പം എത്ര വർഷമുണ്ടോ? കാരണം 98 ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ വീട് പണിയുമ്പോൾ ഓരോന്നിനും ഓരോ ഇഷ്ടികയ്ക്കും മണലിനും ഒരാൾക്ക് കൊടുത്ത പണിക്കൂലി, അവർക്ക് കൊടുത്ത ചായയുടെ വരെ കണക്ക് എഴുതി വെച്ചാൽ ഒരു ബുക്ക് ഉണ്ട് അവിടെ. അത് പക്ഷെ ആ വീഡിയോയിൽ അന്ന് കാണിച്ചില്ല. അത് കണ്ടാൽ മനസ്സിലാവും എത്ര കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാം ആ ചേച്ചി ചെയ്യണത്. ആള് നല്ലൊരു ബ്യൂട്ടീഷ്യൻ കൂടിയാ, ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ 1085 അവരുടെ ബന്ധത്തിൽ പെട്ടിട്ടുള്ള കുറേ കുട്ടികളെ ബ്രൈഡ്സിനെ ഒരുക്കിയിട്ടുള്ളത് ഈ ചേച്ചിയാണ്. അവർ ബ്യൂട്ടീഷ്യൻ വന്ന് ചെയ്യണതിനേക്കാളും ഈ ചേച്ചി ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അത്രയും നന്നായിട്ട് അങ്ങനെ അത് അവർക്ക് ഉള്ള കഴിവാണത് അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ ഗുണങ്ങളുള്ള നല്ലൊരു ചേച്ചിയാണ് ബിന്ദു ചേച്ചി. ഞങ്ങൾക്ക് പരിചയപ്പെടാൻ യൂട്യൂബ് വഴി പരിചയപ്പെടാൻ സാധിച്ചതിൽ തന്നെ ഞങ്ങളുടെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുക, അവരുടെ വീട്ടിൽ പോയി അവരുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നൊക്കെ പറയണത്. അങ്ങനത്തെ ഒരു ബിന്ദു ചേച്ചിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല. അതെ, നമുക്ക് ഓരോരുത്തരുടെ റോൾ മോഡലാക്കാനൊക്കെ പറയില്ലേ നമ്മുടെ ആളുകൾ, ഇന്നാളേക്കൊന്ന് ബിന്ദു ചേച്ചിനെ ആക്കാം.
ഉറപ്പാണ്. ഇന്ദിര കെയർ, കൃഷ്ണശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു എന്നൊരു പാട്ടുണ്ട് സരിതേ. കൃഷ്ണശിലാപാളികളല്ല, ചിത്രശിലാപാളികൾ എന്നാണ് പാട്ട്. ആ പാട്ടൊന്ന് പാടുമോ പ്ലീസ്? ബിന്ദു ചേച്ചി ആളൊരു പുലി തന്നെ. ഇത്രയും വർഷം മുൻപ് ഇത്രയും ആഴത്തിൽ ചിന്തിച്ച് പണി കഴിപ്പിച്ചൊരു വീട്, അതിമനോഹരം. അച്ഛനെ അമ്മയെ ഇത്ര സ്നേഹത്തോടെ സംരക്ഷിക്കുന്ന ഒരു മരുമകൾ, അല്ല മകൾ. ദൈവം അവർക്ക് ഇതുപോലൊരു മരുമോളെ തന്നെ കൊടുക്കട്ടെ. റബ്ബർ ബാൻഡിന് പോലും പ്രത്യേക സ്ഥലം ഉള്ള സ്ഥലത്ത് ഇതുപോലെയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ചെയ്യാറില്ലെന്ന് മാത്രം. അല്ല, ഇതുപോലെയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ചെയ്യാറില്ല എന്ന് മാത്രം. ഇവിടെ വന്നിട്ട് ചേട്ടൻ എന്നോട് റെഡി റബ്ബർ ബാൻഡ് വെക്കാനായിട്ടൊരു ഇത് എന്നോട് ഇവിടെ വെക്കാൻ ഒരു ട്രൈ എങ്കിലും. കാരണം ചില സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ നടക്കാൻ ആവശ്യം വരാതെ, പക്ഷെ ചെയ്യാറില്ലെന്ന് മാത്രം. ബിന്ദു ചേച്ചി എന്തുകൊണ്ട് അഭിനന്ദനം അർഹിക്കുന്നു. ഗോഡ് ബ്ലസ് ഓൾ. പാട്ട് അയ്യോ എനിക്ക് ചുമയുണ്ട്, പാടിയാൽ ശരിയാവുമെന്ന് അറിയില്ല. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. നീയാമേനക നൃത്തം വയ്ക്കും നാൽപ്പാമര കാട്ടിൽ, നീയാമേനക നൃത്തം വയ്ക്കും നാൽപ്പാമര കാട്ടിൽ, ഏതോ പുഷ്പശരം കൊണ്ടിന്നലെ എൻ്റെ മനസ്സിളകി, കാമിനി എൻ്റെ മനസ്സിളകി. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ഇതാ സൗണ്ട് അടയാ, കറണ്ട് പോയി ഇടല്. അടുത്തത് മോളി ആൻ്റണി. ഞങ്ങളുടെ സഹപാഠിയായ ബിന്ദുവിൻ്റെ വീടും പരിസരവും ആ വീട്ടിലെ അംഗങ്ങളെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി. ആ വീട്ടിൽ പോയ പോലെ ബിന്ദുവിൻ്റെ അടുക്കും ചിട്ടയും സംസാരത്തിനും എന്തൊരഴകാണ്. ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ അജു എൻ്റെ സരിതയ്ക്ക് വളരെ നന്ദിയുണ്ട്. ഗോഡ് ബ്ലസ് യു. ഇതാ ചേച്ചീനെ അടുത്തറിയാവുന്ന ചേച്ചിയുടെ ഫ്രണ്ടാണ് ഇട്ടേക്കണേ. പലരെയും നമ്മളിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ അവർ കാണിക്കുന്ന അതുപോലെ തന്നെ ആവണമെന്നില്ല അവരുടെ ഒറിജിനൽ സ്വഭാവം. കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അവരുടെ ഫ്രണ്ട്സിനും അവരുടെ റിലേറ്റീവ്സിനും അവരുടെ ആ വീട്ടിലുള്ളവർക്ക് അറിയുള്ളൂ ഒറിജിനൽ എന്താണെന്ന്. അപ്പോൾ ആ ചേച്ചിയുടെ ബന്ധുക്കളായാലും ഫ്രണ്ട്സ് ആയാലും അതുപോലെ ഇതിൽ നിറച്ച് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും ബിന്ദുവിൻ്റെ ആ കഴിവുകളൊക്കെ ലോകം കണ്ടല്ലോ. അവർക്ക് അത് ആഗ്രഹം ഉണ്ടായിരുന്നു ബിന്ദു ചേച്ചീനെ അങ്ങനെ എല്ലാവരും കാണണം എന്നുള്ളത്. ഉമാദേവി കെയൻ. ബിന്ദുവിനെ കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. ബിന്ദുവിൻ്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇതിനു മുൻപും കമൻ്റ് ഇട്ടിരുന്നു. ആ വീട്ടിൽ ഞാൻ 2 തവണ പോയിട്ടുണ്ട്. ഇടപ്പള്ളിയിലെ വീട്ടിൽ പല തവണ പോയിട്ടുണ്ട്. ബിന്ദുവിൻ്റെ അച്ഛനെ അമ്മയെ അനിയത്തിമാരെ എല്ലാവരും എനിക്ക് നല്ല പരിചയമാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ബിന്ദു അജുവിൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എന്ന്. തിരിച്ചായതിലും സന്തോഷം. ഇത് വേറൊരു ഫ്രണ്ട്. അതുപോലെ എൻജോയ് സഞ്ജു. ഒരുപാട് കഴിവുകളുള്ള ഞങ്ങളുടെ സഹപാഠിയായി ബിന്ദുവിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയ എപ്പിസോഡ് ഗംഭീരമായിരിക്കുന്നു. സരിതയ്ക്കും അജുവിനും നന്ദി. വീണ്ടും കറണ്ട് പോയി. കറണ്ട് പോട്ടെ, നീ കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് നീ ആക്കണല്ലോ, പുറത്തേക്കിരിക്കില്ല. അതെ. അടുത്തത് VVS ക്രിയേറ്റ്. പുറത്തിരിക്കായിരുന്നു, മഴയില്ല. പക്ഷെ നമ്മളിതൊക്കെ വെച്ചൊക്കെ എടുക്കാൻ വരുമ്പോൾ മഴ പെയ്യും. അപ്പോൾ പിന്നെ വീണ്ടും അതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വരും. VVS ക്രിയേറ്റീവ് വർക്ക്സ്. ഇതിൽ ബിന്ദു ഓരോന്നും പരിചയപ്പെടുത്തുന്നത് കാണുമ്പോൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ ശോഭന മുറി കാണിക്കുന്ന പോലെയുണ്ട്. അങ്ങനെ കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മുടെ ഏത് കാര്യങ്ങളും നമ്മൾ ആവേശത്തോടെ നമ്മൾ കാണിക്കില്ല, നമ്മൾ ഭയങ്കര താല്പര്യത്തോടെ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ആളുകൾക്ക് കാണുമ്പോൾ അതിനൊരു ഉപമ കൊടുക്കുന്നത് ഈ മണിച്ചിത്രത്താഴത്ത് ഇതാണ്. ഇപ്പം ഞാനായാലും സരിതയായാലും ആര് പറയൽ കാണിക്കുമ്പോൾ ഒരു ചെറിയൊരു ആവേശം വരും നമുക്ക്. അതന്നെ
രാജലക്ഷ്മി പ്രേമചന്ദ്രൻ, ബിന്ദു വീടും പരിസരവും മണിച്ചിത്രത്താഴിലെ ശോഭന അല്യ ആഭരണം കാണിക്കുന്ന പോലെ തോന്നി, മിടുക്കി. അടുത്തത് സേതു നന്ദൻ, എ ട്രൂലി ഹാർട്ട് ഫെൽറ്റ് ഹോം ടൂർ. ഈവൻ ആഫ്റ്റർ 25 years, Bindu Chechi's narration is so detailed and engaging. It shows how deeply connected she is to every corner of the house. The way the home has been maintained with such love and care is truly admirable. I am so proud to say she is my sister. Hats off to the entire family. Saju Aliyan, Vasu, Achachan and beloved Ammuma Marichuboy for their constant support in preserving the soul and charm of this beautiful home. Chechi's passion, vivid memory and warm presentation style make this much more than a house tour. It's an emotional and a nostalgic journey. Thank you Aju's World to capture this into your channel and sharing this. അപ്പോൾ അതാളുടെ ബ്രദർ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെയും ആ സന്തോഷമാണ് ആ വീഡിയോ ഈ മെസ്സേജിൽ കൂടെ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരലും പോലുണ്ട് കേട്ടോ. ഞാൻ അത് ശരിയാക്കി കറണ്ട് പോയിട്ട് വരുമ്പോൾ ഇത് തന്നെ ഓണാവില്ല, നമ്മൾ വീണ്ടും ഓണാക്കണം ലേറ്റ്. ശ്രീരഞ്ജിനി, ബിന്ദുവിൻ്റെ നല്ല വൃത്തിയും വെടുപ്പുള്ള വീട്, അതിനെക്കുറിച്ച് പറയാൻ എന്താവശ്യമാണ്. നല്ല കഴിവുള്ള വീട്ടമ്മ, നല്ല ഒരു മരുമകൾ. സരിതയുടെ വീടും നല്ല വൃത്തിയിലും വെടുപ്പിലും തന്നെയാണ്. പിന്നെന്താ, അത് ശരി തന്നെയാണ്. അപ്പോൾ ആ വീടിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വൃത്തിയാണ്, പക്ഷേ എൻ്റെ അളമാരികളൊന്നും അതുപോലെ വൃത്തിയില്ല. എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പയർഡായി ഞാൻ. അയ്യോ, അളമാരികളൊക്കെ ഇതുപോലെ നല്ല ഇതിൽ വെക്കണം അങ്ങനെ. അല്ല, അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും. നമുക്ക് തന്നെ തോന്നും അതൊക്കെ കാണുമ്പോൾ അതുപോലെയാണെന്ന്. അലിമോൻ, നല്ല സ്നേഹമുള്ളൊരു ചേച്ചി. അജു, ആ പാത്രത്തിൻ്റെ വില സ്വർണ്ണത്തോടും പണത്തോടും താരതമ്യം ചെയ്ത് കണ്ടു. അങ്ങനെ ഇത്രയും വർഷം അവർ ആ പാത്രത്തിൽ പാചകം ചെയ്ത് കഴിച്ചില്ലേ, ഓയിലില്ലാതെ. അങ്ങനെ എത്ര ഹെൽത്തി ഫുഡ് കഴിച്ചില്ലേ. അത് കണക്കൂട്ടിയാൽ ആ പാത്രത്തിന് പുരാണ കഥയിൽ അക്ഷയ പാത്രത്തിനേക്കാൾ വിലയുണ്ട്. മാത്രവുമല്ല, ആ പാത്രത്തിന് ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ല, ആ ചേച്ചിയെ പോലെ തന്നെ. അതെ, അപ്പോൾ സ്വർണ്ണമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. അല്ല, അത് വെറുതെ ഒരു രസം, അങ്ങനെയൊക്കെ ആലോചിക്കാം നമുക്ക്. സന്ധ്യ ബിജു, അനിൽ ചേട്ടൻ കൊണ്ടുവന്ന കപ്പ കണ്ടിട്ട് കൊമ്പമീശ പോലെ തോന്നി. മധുരക്കിഴങ്ങ് വിളവ് കിട്ടിയപ്പോൾ ചേട്ടൻ്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്കും സന്തോഷം തോന്നി. സരിത, പുല്ലിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇഴജന്തുക്കൾ ഉണ്ടോന്ന്. പുല്ല് വളർന്നത് കൊണ്ട് കിടന്നാലും അറിയില്ല. ചാർലി പോയ മതിലിൻ്റെ സൈഡിൽ നിൽക്കുന്ന ബോഗൻവില്ല വെട്ടി നിർത്തൂ. മഴ അല്ലേ, എല്ലാം പ്രൂൺ ചെയ്യൂ. സരിത, അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുന്നത് നമ്മളല്ലേ, അപ്പോൾ ചേട്ടനോട് ചോദിക്കേണ്ട ഒരു മധുരക്കിഴങ്ങ് കൂടി എടുക്കണോ പുഴുങ്ങാനെന്ന്. അത് അങ്ങ് എടുക്കുക, അധികം വന്നാൽ പിന്നെ കഴിക്കാമല്ലോ. മഴ അല്ലേ, കാപ്പി കുടിച്ച് എന്തേലും ഒക്കെ കഴിച്ചിരിക്കാം. ശരിയാണ്. അത് ഞാൻ എന്ന് പറഞ്ഞാലും ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ചേട്ടൻ എന്നോട് സരിത അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ, ഇതെടുക്കട്ടെ എന്ന് ചോദിക്കും. ഞാൻ എന്താണോ പറയണത് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുള്ളൂ എന്ന് മാത്രം, പക്ഷെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞാനും തിരിച്ചതുപോലെ ചേട്ടനോട് ചോദിക്കും. ഗാർഡൻ റെസിപ്പീസ്, നമസ്കാരം. മധുരക്കിഴങ്ങ് സ്വന്തം പറമ്പിൽ നിന്ന് കിട്ടിയല്ലോ, അടിപൊളി. ശരിക്കും ഒരു സന്തോഷമുള്ള കാര്യമാണിത്. നമ്മൾ തന്നെ കൃഷി ചെയ്ത് വിളവെടുക്കുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. കുറച്ചേ ഉള്ളെങ്കിലും കെമിക്കൽസ് ഒന്നുമില്ലല്ലോ, തനി നാടൻ. ഇനിയും ഇതുപോലെ വിളവെടുക്കാൻ കഴിയട്ടെ. അടുത്തത്, അല്ല, നല്ല വളരെ സന്തോഷകരമായ കാര്യമാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. കിട്ടിയില്ലെങ്കിൽ ഞാൻ സന്തോഷിക്കില്ല. നമ്മൾ ഉള്ളതിൽ സന്തോഷിച്ച് പോകുന്ന ആൾക്കാരാ, നമുക്കത് മതി. ഗൗരി, അതും നിങ്ങളെ കാണിക്കാനും ഞങ്ങൾക്കൊരു മടിയില്ല. അതാണ് ഇവർക്ക് നാണാവില്ലേന്ന് വിചാരിക്കണ്ടോ ചിലർ. ഈ ഒന്നും കിട്ടാത്തത് ഇങ്ങനെ കാണിച്ചു തരാൻ എന്നെ നാണാവുള്ളേന്ന് വിചാരിക്കും. പക്ഷേ ജീവിതം എന്ന് പറഞ്ഞാൽ അതല്ലേ, നമുക്ക് എപ്പോഴും നേടുന്നത് മാത്രമല്ലല്ലോ, നഷ്ടപ്പെടുന്നതും ജീവിതത്തിൽ അതും ഉണ്ടാവില്ലേ. നഷ്ടങ്ങൾ സംഭവിക്കാനാണ് കാണിക്കുന്നത്. പല അമ്മമാരും പറഞ്ഞിട്ടുണ്ട്, നഷ്ടങ്ങൾ നമുക്ക് ഈ തോൽവികള് നഷ്ടങ്ങൾ അത് മറ്റുള്ളവർക്ക് ലൈഫ് ബ്യൂട്ടിഫുൾ ആവാ. ഞാൻ നോക്കിയിട്ട് അതാ, നമുക്കൊരു പ്രശ്നങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ചെറിയ സന്തോഷം വന്നാലും നമുക്ക് ആ ചെറിയ സന്തോഷം നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതേസമയം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതും നടക്കണം. നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നടന്നു പോവുകയാണെങ്കിൽ കുറച്ച് നാളെ എനിക്ക് ലൈഫ് നമുക്ക് ബോറടിക്കും. ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ വരണം, അപ്പോൾ നമ്മളൊന്ന് ടെൻഷൻ അടിച്ച് ആ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് അതിന് സോൾവ് ചെയ്ത് വന്ന് അപ്പോൾ പിന്നെ നമുക്കൊരു സന്തോഷം വരും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാരോഗങ്ങൾ വരാതിരിക്കണം, ആരോഗ്യം ഉണ്ടാവണം എന്നാൽ മാത്രമുള്ള പ്രാർത്ഥന. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തലച്ചോറിനൊരു ടോണിക്കാന്ന് പറയില്ലേ. അടുത്തത് ഗൗരി കേശവ്, അജേട്ടൻ, സരിതാൻ്റെ ജഗു, നല്ല വീഡിയോ ആയിരുന്നു. ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞൊരു ചായയും ആയിട്ടിരിക്കുമ്പോഴാണ് വീഡിയോ കാണുന്നത്. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, നിങ്ങൾ നിങ്ങളായി തന്നെ പോകുക. അനുകരിക്കാൻ പോയാൽ എല്ലാം നാടകീയമാവും. എനിക്കെപ്പോഴും നിങ്ങളുടെ വീഡിയോ പോസിറ്റിവിറ്റിയാണ് തരുന്നത്. വീഡിയോയ്ക്ക് വേണ്ടി കാട്ടിക്കൂട്ടലുകൾ ഇല്ല. കൃഷിയിലൂടെ നല്ല വിളവെടുപ്പ് കിട്ടണം എന്നില്ല. മാത്രവുമല്ല, ഒരുപാടായാൽ കളയേണ്ടി വരികയും ചെയ്യും. ആവശ്യമുള്ളത് മതിയല്ലോ. അങ്ങനെ തീർച്ചയായിട്ടും ശരിയാണ്.
ഇപ്പം നമ്മളിപ്പോൾ അതിലൊക്കെ കുറേ ഇത് കിട്ടിയ കുറേയൊക്കെ നമ്മുടെ സുജിത അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. അപ്പോൾ സുജിതയ്ക്ക് കൊടുത്തു കുറേയൊക്കെ പച്ചക്കറി. നമുക്ക് മാത്രമേ മുഴുവൻ ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്തത് ഷിജി പുന്നോക്കി. മധുരക്കിഴങ്ങ് ചാക്കിൽ നട്ടില്ലേ, അതിലൊരു വിളവെടുപ്പും കിട്ടിയില്ല. അപ്പോൾ കൃഷി ചെയ്യുന്ന അജു ഏട്ടനെ വിഷമിപ്പിക്കരുതല്ലോ. അതിന് ഒരുപാട് മധുരക്കിഴങ്ങ് കിട്ടി. ഇത് കണ്ടപ്പോൾ ചേട്ടനെ ഹാപ്പി പറഞ്ഞറിയിക്കാൻ വയ്യ. ഇത് കണ്ട ഞങ്ങളും ഹാപ്പി. ചിലർ മാത്രമേ ഇങ്ങനെയൊക്കെ പറയൂ, അനിൽ ചേട്ടന് കൊടുത്തില്ലേ എന്നൊക്കെ. കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയുന്നവർ ഇതിനപ്പുറം പറയും. നെവർ മൈൻഡ്. നിങ്ങൾ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അനിൽ ചേട്ടൻ, സീമ ചേച്ചി, ലവ് യു. അജു ഏട്ടാ, സരിതേച്ചി, ജഗ്ഗു. അത് നമ്മൾ വല്ലതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറിച്ചു നോക്കിയത്. നമ്മളതും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പം അതല്ല ചേട്ടന് കൊടുത്തില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഭയങ്കര വിഷമമായത്. കുറേ പറിച്ചില്ലേ, നമ്മൾ ഇവിടെ വന്നിട്ട് പാചകം ചെയ്യാനുള്ള ധൃതിയിൽ നിന്ന് അവിടെ നിന്ന് പോകുന്നത് തന്നെ. പിന്നെയാണ് പറിക്കാൻ, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ പറിക്കാൻ പോണത്. വാലു പറമ്പൻ. അജു പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു ഉദാഹരണം, ഒരു കൊല നാളികേരത്തിൽ നല്ല നാളികേരം ഉണ്ടാവും, പെട്ട് നാളികേരം ഉണ്ടാവും. ഒരു കൊലയിലെ. അടുത്തത് കുട്ടൂസ്. ഈ സ്ത്രീയുടെ നാവ് ശരിയല്ല. ഹസ്ബൻഡിൻ്റെ ചേട്ടനെ ട്രൗസർ വാങ്ങിയെന്നും പറഞ്ഞ് കളിയാക്കുന്നു. ഔചിത്യം എന്നൊരു സംഗതിയുണ്ട് ലൈഫിൽ, അത് പഠിക്കണം. കാറ്റിലത്തെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരാം. ദാസ ഏത് ചോദിക്കണമല്ല, ചേട്ടാ ഏത് ഈ കുട്ടൂസ്. ഞങ്ങളെ പറ്റി എന്തറിയാം? ഞങ്ങളെ അല്ലും ചേട്ടൻ്റെയും ഞങ്ങളെ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ കുറെ കമൻറ്റ്? അതും മറ്റേ മുഖമൊക്കെ റെഡ് ഫേസ് ആയിട്ട് എന്നെ കിട്ടിക്കഴിഞ്ഞ് ഇപ്പൊ ഒരെണ്ണം തരുന്നുള്ള പോലെയാണ് കമന്റ്. ഹസ്ബൻഡിന്റെ ബ്രദറ് ട്രൗസർ വാങ്ങിച്ചത് ഇത്ര വലിയ അപരാധമാണോ ചേച്ചി? അത് ചോദിച്ചത്. പുതിയ ട്രൗസർ കണ്ടൊരു കൂറ സാധനം ഇട്ടിട്ടാണ് നിൽക്കാറ്. നല്ല വൃത്തികൾ പറഞ്ഞാൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് പുതിയതാണോ എന്ന്. ഇത് പുതിയതാണോ എന്ന് ചോദിച്ചത് ഇത്ര വലിയ തെറ്റാണോ? അങ്ങനെ നിൽക്കണ കുറേ പേരുണ്ട്. നമുക്കതൊന്നൊരു നമ്മളത് മൈൻഡ് ചെയ്യില്ല. ആയിക്കോട്ടെ, എന്ത് വേണേ ആയിക്കോട്ടെ. പിന്നെന്താ, ഔചിത്യം എന്നൊരു സംഗതിയുണ്ട് ലൈഫിൽ, അത് പഠിക്കണം. ഇപ്പം എനിക്ക് 43 വയസ്സ്. ഇതുവരെ ഞാൻ പഠിച്ച ഔചിത്യം ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഔചിത്യം പഠിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചേച്ചി എന്തുട്ടാന്ന് വെച്ചാൽ പോയി ചെയ്യും. എനിക്ക് ചേട്ടനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ ചേട്ടനെ പറ്റി എന്നെ പറ്റിയോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കൂളായിട്ട് എടുക്കും. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തുട്ടൊക്കെ എങ്ങനെ പ്രതികരിക്കാമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് മുന്നത്തെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഞാനും അല്ല ചേട്ടൻ, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി എങ്ങനെയാണ് പോകണമെന്നൊക്കെ. എന്നിട്ട് ഇങ്ങനത്തെ ഓരോ കമൻറ്റ് ഇടാൻ കഴിയോട്ടാ. അത് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ കമൻറ്റ് എടുത്ത് വെച്ചത്. അടുത്തത് റെജി രാജൻ. വിളവ് കണ്ട് അജു ചേട്ടൻ്റെ കിളി പോയ ലക്ഷണമാണ്. ഇത് കണ്ടിട്ട് കിളിക്കത്തിൽ ലോട്ടറി അടിച്ച ഇന്നസെൻറ്റിന് ഓർമ്മ വരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ആ മറ്റേ വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ട് മറ്റേ കൃഷി എന്ന് പറഞ്ഞ ചാക്കിൽ ഉണ്ടായിരുന്നില്ലേ, എന്നിട്ട് അതിലും എല്ലാം കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതിൽ ചിരിച്ചിട്ടില്ല. അതും സന്തോഷമാണ്, ഇതും സന്തോഷമാണ്. അടുത്തത് മറിയം ജോർജ്. അജു, സരിത, ജഗുമോൻ, അല്ല ചേട്ടൻ കപ്പ കൃഷി വിജയിച്ചു. നിങ്ങളുടെ മധുരക്കിഴങ്ങ് കൃഷിയും വിജയിച്ചു. കാണാൻ നല്ല സന്തോഷം. കപ്പ കണ്ടപ്പോൾ നിലം ഉഴുന്ന കലപ്പ പോലെ തോന്നിച്ചു. പ്രകൃതിയുടെ സംഭാവന. മാവ് വേഗം കായ്ച്ച് മാമ്പഴം വിളവെടുക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു. എല്ലാവരെയും ഇഷ്ടം. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്തത് ശ്രീകല ഷാബു. നിങ്ങൾക്ക് ഈ വീടുകളിൽ എവിടെ ഉണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുമല്ലോ, അത് പോരെ. പിന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ട്. പച്ചക്കറി കൂടുതലുണ്ടായാലും കഷ്ടപ്പാടാണ്. കൂടുതൽ ഉണ്ടായി നശിക്കുന്നതിലും നല്ലത് ആവശ്യത്തിനുള്ളത് ഉണ്ടാവുന്നതാണ്. എനിക്കിവിടെ 2 കട വഴുതന ചെടി ഉള്ളൂ. പക്ഷെ അതിൽ വഴുതന ഉണ്ടായി മടുത്തു. ചെടി ഒരുപാട് കൊമ്പുണ്ടായി നിലത്ത് വീണ് കിടന്നുണ്ടാവുകയാണ്. നിങ്ങൾ അടുക്കള കൃഷിയല്ലേ, അല്ലാതെ കൃഷി ഉണ്ടാക്കി വിപണിയിൽ വിൽക്കാനല്ലല്ലോ. പിന്നെ നല്ല കൃഷിക്കാർക്ക് വരെ ചില സമയം വിള ഫ്ലോപ്പ് ആവാറുണ്ട്. പിന്നെയാണോ നമ്മൾ? കണ്ടുപിടിക്കാൻ പറയുന്നവരും സരിത കൂടെ പടിയെടുക്കുന്നില്ല എന്ന് പറയുന്നവരും അവർ വേറെ ചാനൽ കണ്ടിട്ടുള്ള കൊനിഷ്ട് പറയുന്ന അത്രേ ഉള്ളൂ, കാര്യമാക്കണ്ട. അങ്ങനെ കേട്ട് മധുരക്കിഴങ്ങ് മധുരമായി പ്രതികാരം വീട്ടി. അടുത്തത് ബിന്ദു ധനഞ്ജൻ. ആദ്യമായിട്ട് കേൾക്കണ പോലെ അല്ലല്ല, നമ്മൾ വായിക്കാറുണ്ട്. അജുവിന് ബാക്ക് പെയിൻ നല്ലവണ്ണം ഉണ്ടെന്ന് വീഡിയോ കണ്ടപ്പോൾ തോന്നി. റെസ്റ്റ് എടുത്ത് ഡോക്ടർ തന്ന മരുന്നുകൾ ചെയ്യൂ. കൈക്കോട്ടെടുത്തുള്ള പണികൾ തൽക്കാലം നിർത്തിവെക്കാൻ നോക്ക്. സരിത പറഞ്ഞാൽ അജു കേൾക്കില്ലല്ലോ. ചാർലി ചാടിപ്പോയത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. മതിൽ ചാടി തന്നെ കാണിച്ചു. എന്താ അജു, കുറച്ചൊക്കെ അവനവൻ്റെ ആരോഗ്യം നോക്കണം കേട്ടോ. ആ വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ SBMൽ പോയത് കേട്ടോ. വീഡിയോ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഓർഡറിലായിരിക്കണം എന്നില്ലേ ഇടുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ബിന്ദു ചേച്ചിയുടെ വീട്ടിൽ പോയി ഹോം ടൂർ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം വന്നതിന് ശേഷം എടുത്തൊരു വീഡിയോ ഇട്ടിട്ടാണ് ബിന്ദു ചേച്ചിയുടെ വീട്ടിൽ അന്ന് എടുത്ത ഞണ്ട് റോസ്റ്റിൻ്റെ ഇട്ടത് എന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം എടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. അല്ല, ചിലവരങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ തണ്ടൽ വേദന ഉണ്ട് എന്നുള്ളത് നുണ പറഞ്ഞതല്ല എന്ന് മനസ്സിലായില്ലേ? അത് ഉണ്ടായിരുന്നു. അപ്പോൾ തണ്ടൽ വേദന എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തം ചേട്ടൻ വേദനയല്ല, ഒരു പിടുത്തം. അപ്പോഴാണ് ബിനു ആണ് പറഞ്ഞ
കളരി ഗുരുക്കൾ ബിനുവാണ് പറഞ്ഞത്, ആദ്യം നീ വയറിളക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ മരുന്നൊക്കെ വാങ്ങിച്ചു നോക്കി. അപ്പോൾ ഡോക്ടർ 4 ദിവസത്തേക്കുള്ള മരുന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. വിരലുമ കെട്ടാനുള്ളതായാലും പുറത്ത് ചെയ്യാനുള്ളതായാലും. 4 ദിവസം കഴിഞ്ഞിട്ടും വേദനയ്ക്ക് കുറവില്ല, മാറ്റില്ലെങ്കിൽ ഉടനെ തന്നെ ഓർത്തോനെ കാണാൻ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ, ശ്രീദേവ് ഡോക്ടറെ. അല്ലാണ്ട് നമ്മൾ ഈ ആയുർവേദം പരീക്ഷിച്ച് നമ്മുടെ ആരോഗ്യം കളയില്ല നമ്മൾ ഒരിക്കലും. പിന്നെ ചേട്ടൻ ഈ പറഞ്ഞ മാതിരിയല്ലേ, അതൊന്നും വകവയ്ക്കാണ്ട് ഇങ്ങനെ ആവേശം മൂത്തോരം ജീപ്പ് ആ മതിൽ ഇങ്ങനെ ചാടി ഞാൻ അവിടെ കടന്നു ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്. വല്ലൊരു കിണറ്റി വീണ കഥയൊക്കെ പറയാൻ ചേട്ടൻ അവരെങ്ങനെ വീണേന്ന് ഇങ്ങനെ കാണിച്ചു തരും. ജയ അശോക്, ഈ ചേച്ചി കുറേ കമൻറ്റ് ഇടും കേട്ടാ, ഇപ്പോൾ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലിടാ. ഈ വർഷത്തെ മികച്ച കർഷകനുള്ള അവാർഡ് അജു താമരശ്ശേരിക്ക് തന്നെ. ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളുടെ ഒന്നും കൃഷി ഒന്നുമല്ല. ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴൊക്കെ എന്തെങ്കിലും തോന്നുന്നുണ്ട്, പക്ഷെ നേരിട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഭയങ്കര കർഷകർ കണ്ടമാനം കൃഷി ചെയ്യുന്നതല്ല. അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ഇന്ന സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടാവുന്നതില്ല. അങ്ങനത്തെ അടുക്കളത്തോട്ട കൃഷിയുണ്ട്. ഈ ഒരുപാട് ഈ കോർപ്പറേഷൻ്റെ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നും അവാർഡ് കൊടുക്കണ്ടില്ല. അങ്ങനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ അവാർഡൊക്കെ വെച്ചത് ഗവൺമെന്റ്. ഇപ്പം ഇല്ലത്. അതായത് വൈവിധ്യമാർന്ന എല്ലാ സാധനങ്ങളും, പിന്നെ കുറച്ച് സ്ഥലത്ത് ചെയ്യണത്, ടെറസിന്റെ മുകൾ ഭാഗം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നത്, അങ്ങനെ വകുപ്പുകളല്ല, കുറെ തലങ്ങള്. അപ്പൊ അതില്ല. അതിപ്പോ ഇനിയിപ്പോ നമുക്ക് വേണ്ട, നമുക്ക് അവാർഡ് കിട്ടില്ല. നിങ്ങളുടെ അവാർഡില്ലേ, പിന്നെ അതിലും വലിയ അവാർഡൊന്നും എനിക്ക് വേറെ ഒന്നും വേണ്ട. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. വളരെ സന്തോഷം അജു ചേട്ടാ, കുടിലിന്റെ അടുത്ത് തന്നെ നട്ടതുകൊണ്ട് ഇടയ്ക്ക് ഈ മിഥുനാണ് കേട്ടോ നമുക്ക് മാവും തൈ അയച്ചത്. അടുത്ത് നട്ടതുകൊണ്ട് ഇടയ്ക്കൊക്കെ മാവ് കാണാലോ. മാങ്ങ ആകുമ്പോൾ പൊട്ടിക്കാൻ വരാട്ടോ, മാങ്ങ ആകുമ്പോൾ പൊട്ടിക്കാൻ വരാട്ടോ. തീർച്ചയായിട്ടും വരണം. നമ്മുടെ മതിലിന്റെ അടുത്താണ്, മതിലിനേക്കാളും ഇത്രയ്ക്ക് അകലെയാണ് വെച്ചോണ്ടിട്ടാ. ഈ മാവ് എന്ന് പറഞ്ഞാൽ വലിയ വമ്പ മാവില്ല. നമ്മൾ വെട്ടി ഒതുക്കി നിർത്തി നമ്മൾ ഈ മറ്റേ മുതലമടയും ഇതിലമടയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ മാവുകളൊക്കെ ഇങ്ങനെ ചെറിയ മറ്റേ ഒരു കാവടിയിലെ വലിപ്പം ഉണ്ടാവുള്ള ചെറിയൊരു കാവടിയിലെ വലിപ്പം. അല്ല, ഒരെണ്ണം മാത്രം അത്തിരി അങ്ങോട്ട് നീണ്ടുപോയി, അത് ചിലപ്പോൾ അപ്പുറത്തേക്ക് നിൽക്കുന്നുള്ള ഇല്ല. അത് ജില്ല ആ സൈഡ് വെട്ടി നിങ്ങൾ തണലാക്കി അങ്ങനെ ഒരു ആക്ഷേപം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ശാന്ത ശശി, എൻ്റെ അജു ഒന്നും പറയാനില്ല, ചിരിച്ചു ചാവും. സരിതേ വാചകം മാത്രമേ ഉള്ളൂ അല്ലേ, ഇതുവരെ അതിനൊരു മാറ്റവും ഇല്ല അല്ലേ. അടുത്തത് സിമ്പിൾ ക്രിയേഷൻസ്. കൊള്ളാൻ നന്നാവുന്നുണ്ട്. പാട്ട് എല്ലാ എപ്പിസോഡിലും അവസാനം ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. ഒരു പ്രവാസിയാണ് ഞാൻ. ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് വന്നാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ടി വിയിലാണ് കാണാറുള്ളത്. എൻ്റെ കമൻറ്റ് വായിക്കണം പ്ലീസ്. പുതിയ പാട്ടുകൾ പാടുന്നത് നല്ലതായിരിക്കും. ബൈ ടീം ബഹ്റിൻ. ബഹ്റിനുള്ള ഒരു ടീമാണ് അവർ. അടുത്തത് ലളിത തമ്പാൻ. മധുരക്കിഴങ്ങ് അല്ലേട്ടനും കൊടുക്കാമായിരുന്നു. മൈ ഹോം. ഇങ്ങോട്ടെല്ലാം വാങ്ങി കൊണ്ടുവരും, അങ്ങോട്ടും കൊടുക്കണം. മധുരക്കിഴങ്ങ് അല്ലേട്ടന് കൊടുക്കേണ്ടതായിരുന്നു. എൻ്റെ പൊന്ന് പെങ്ങളെ, ഇത് പലവട്ടം പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, കാണിക്കുന്നില്ലേ. അതുകൊണ്ടാണ്. അത് എപ്പോഴും കാണിക്കാൻ പറ്റില്ലല്ലോ, ചില സമയത്ത് കാണിക്കുന്നുണ്ട്. ചേട്ടൻ്റെ അവിടേക്ക് നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി പോണതാവും നമ്മുടെ ആവശ്യത്തിന്. ഇപ്പൊ കൊള്ളി നമ്മൾ പറക്കാൻ വേണ്ടി പോവും, അല്ലെങ്കിൽ മത്തങ്ങ പൊട്ടിക്കാൻ പോവും, അല്ലെങ്കിൽ തേരയല്ല അത് നമ്മൾ ചോദിച്ച് പൊട്ടിക്കാൻ അങ്ങോട്ട് പോവാ. ഇതിവിടെ കാണുമ്പോൾ അല്ല ചേട്ടനോട് വേണോന്ന് ചോദിക്കും. വേണോന്ന് എന്തിനാ ചോദിക്കണം, കൊടുത്തുകൂടെയെന്ന് നമുക്ക് കമന്റ് വരാറുണ്ട്. അല്ലെങ്കിൽ ചേട്ടൻ വേണ്ട, പച്ചക്കറി അവിടെ ഉണ്ട്, അതന്നെ അവരൊക്കെ കഴിയണില്ല. അവർക്ക് കൂടുതലും അവർ ആഴ്ചയിൽ മിക്കവാറും ദിവസം അവിടെ നോൺ വെജ് ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴാണ് പച്ചക്കറി വെക്കുക. ആകെപ്പാടെ വെക്കണ കൂട്ടാനുകൾ ചേച്ചി തൊട്ടിക്കാന്ന് അറിയോ, വെക്കുക സാമ്പാർ, പിന്നെ വെക്കണത് ഒരു മോര് കൂട്ടാൻ വെക്കും, പിന്നെ വെക്കുക ഉരുളക്കിഴങ്ങ് സബോള വെക്കും, പിന്നെ ഒരു കൂട്ടാനും കൂടി ഉണ്ട് ചേച്ചിയുടെ ഫേവററ്റ്, മുരിങ്ങക്കായും മാങ്ങയും. ഇതാണ് അവർ വെക്കണ കൂട്ടാനുകൾ. അല്ലാണ്ട് ഉപ്പേരി കൂട്ടാൻ നമ്മൾ കൃഷി ചെയ്യണില്ലേ, മോര് നമ്മൾ കൃഷി ചെയ്യണില്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടില്ലേ. പിന്നെ സാധനം പറഞ്ഞത് സാമ്പാർ. സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ അവിടെ തന്നെ ഉണ്ട്. വെണ്ടക്കായ ആയാലും എല്ലാ സാധനങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചില സമയത്ത് കാണില്ലേ അവിടെ. ഇപ്പം ഈ ചെറിയേട്ടൻ്റെ നമ്മൾ കൃഷി ചെയ്യുന്ന സജീവൻ്റെ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന കഷ്ണം ചെറിയേട്ടൻ്റെയാണ്. അതിലാണ് അല്ലൻ ചേട്ടൻ ആ മത്തങ്ങയും വാഴകളും ഒക്കെ ഉണ്ട്. അതുകൂടാണ്ട് ചെറിയേട്ടൻ്റെ വീട് അല്ലൻ ചേട്ടൻ്റെ വീടിൻ്റെ ബാക്കിലേക്ക് അറ്റം വരയ്ക്ക് സ്ഥലം കിടക്കണേലും ഉണ്ട് നിറച്ച് കൃഷി. നമ്മളെ തന്നെ ഒരു 4 ഇരട്ടി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേണോ എന്ന് ചോദിക്കണം. അവിടെ ഉള്ളതാണെങ്കിൽ അവിടേക്ക് കൊണ്ടു കൊടുക്കാൻ നിൽക്കണ്ടല്ലോ. വേണോന്ന് ചോദിക്കണം. അതുകൊണ്ട് അവിടെ ഇല്ലാത്ത സാധനമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും വേണോന്ന് ചോദിക്കില്ല, കൊണ്ടു കൊടുക്കും. അപ്പം അങ്ങനെ ഓരോന്നിൻ്റെ പിന്നിലും അതിൻ്റെതായ കാരണങ്ങളുണ്ട്, വ്യക്തമായ കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനത്തെ ബാലിഷ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയാതിരിക്കൂ കമൻറ്റുകൾ.
പുഷ്പ രാമചന്ദ്രൻ, മധുരക്കിഴങ്ങ് വിളവെടുപ്പ് കണ്ട് മനസ്സ് നിറഞ്ഞതുപോലെ സരിതയുടെ അജുവിൻ്റെ സന്തോഷം. ഇന്നത്തെ വീഡിയോ സൂപ്പറായിരുന്നു. അല്ലൻ ചേട്ടൻ എപ്പോഴും നമ്പർ 1. ആ മനസ്സിൻ്റെ വലിപ്പം പറയേണ്ടെന്ന് ആവശ്യമില്ല. ഏട്ടനല്ല, ഒരു അച്ഛൻ്റെ കരുതലാണ് നിങ്ങളോട്. ദൈവം ദീർഘായുസ് തരട്ടെ. സരിത അവസാനം പറഞ്ഞതിനോട് വളരെ യോജിക്കുന്നു. എന്നും അന്യോന്യം സ്നേഹിച്ച് നിങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹത്തോടെ കഴിയണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സന്തോഷം. അങ്ങനെ പിന്നെ ആദർശ് പണിക്കർ, കൊള്ളാം. മഴയുടെ ആൾ കുറച്ച് ദിവസം കണ്ടില്ല ആളെ, ആദർശ് പണിക്കറിനെ. അപ്പം ഞാൻ ആളൊരു കുഞ്ഞൊരു കമൻറ്റിൽ അവസാനിപ്പിച്ചു. അപ്പോൾ എന്താ തിരക്കിലായിരിക്കും, അതുകൊണ്ടാവും. വീഡിയോ കാണാനും കമൻ്റ് ഇടാനും ഒന്നും എപ്പോഴും നമുക്ക് സമയം കിട്ടണമെന്നില്ലല്ലോ. മഴയുടെ നനുത്ത സുന്ദരമായ തെളിഞ്ഞ കാലാവസ്ഥയിൽ അതിമനോഹരമായ ഒരു വിളവെടുപ്പ് കാഴ്ച, ഒപ്പം സമൃദ്ധിയുടെ വിളവ്, തമാശകളും സന്തോഷങ്ങളും മനോഹരമായി കാഴ്ചവരുന്നു. പ്രേക്ഷകർക്കായി ഒരുക്കി വലിയ സന്തോഷം. മാങ്ങയുടെ രുചിഭേദങ്ങൾ വാക്കുകളിൽ കൂടെ തന്നെ വ്യക്തമായി, ഒപ്പം നിറത്തിലും മഹിമ. പിന്നെ സരിതയുടെ കാപ്പിയുടെ സുന്ദര കാഴ്ച, അല്ലഞ്ചേട്ടൻ്റെ സാന്നിധ്യം, അവസാനം അല്ലഞ്ചേട്ടൻ എത്തിയ കാഴ്ച വീഡിയോയുടെ പ്രൗഢഗംഭീരമായൊരു കാഴ്ച തന്നെയായിരുന്നു. സന്തോഷം, മനോഹരം. കുറച്ച് വലിയ തിരക്കിലായിരുന്നതിനാൽ കമൻറ്റുകൾ എഴുതാൻ ബുദ്ധിമുട്ട് നേരിട്ടിൽ ഖേദിക്കുന്നു. എങ്കിലും കമൻറ്റിലൂടെ തിരക്കിലാണോ എന്ന് ഹൃദയസ്പർശിയായ ഈ തിരക്കിലാണോ എന്ന ഹൃദയസ്പർശിയായ തിരക്കൽ ഈ ഉള്ളവനും ഹൃദയത്തോട് ചേർക്കുന്നു. അതാണല്ലോ അജൂസ് വേൾഡ്. എന്നാൽ നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ സ്നേഹത്തനിമ. പ്രിയപ്പെട്ട അജുവേട്ടനും സരിതയ്ക്കും ജഗ്ഗുവിനും പിന്നെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ നല്ല പ്രാർത്ഥനകൾ. പിന്നെ പിക്ചർ ക്ലാരിറ്റി മനോഹരം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത മനോഹരമായ കാഴ്ചകൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം, പണിക്കർ. സന്തോഷം. ഗീത സന്തോഷ്, ഡിയറസ്റ്റ് അജു, മധുരക്കിഴങ്ങ് പറിക്കലിൻ്റെ ഇടയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. അജു കമ്പാരിസൺ നോക്കേണ്ട ആവശ്യമില്ല. വീഡിയോസ് എടുക്കാൻ നല്ല ഒരു മനോഹര സെറ്റപ്പാണ് അജുവിൻ്റെ കൃഷിസ്ഥലം. നിങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാൻ വിളവ് വേണം, പിന്നെ ചേട്ടന്മാർക്ക് കൊടുക്കാനും ഇത്തിരി വേണം. ബേസിക്കായി ഇതൊരു കൃഷി ചാനൽ അല്ലല്ലോ. നടുവിൻ്റെ ഉളുക്ക്, വിരലിൻ്റെ വേദന, അലോപ്പതി ഡോക്ടറിനെ കാണിച്ച് മരുന്ന് കഴിക്കൂ. വേദന കുറഞ്ഞിട്ട് ആയുർവേദം കഴിക്കൂ. എനിക്ക് ഇതേ പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ മഴക്കാലത്ത് പറമ്പിൽ ഇറങ്ങുമ്പോൾ ഒരു ബൂട്ട്സ് ഇടുന്നത് നല്ലതാണ്. ലവ് യു ഡിയേഴ്സ്. ഇവിടെ ബൂട്ടിടേണ്ട അത്ര അത്യാവശ്യമുള്ള അങ്ങനത്തെ ഇതില്ല. പുല്ലും കാടും കാര്യങ്ങളും ചെളിയും വല്ലാണ്ടുള്ള ചെടിയില്ലേ, അതിലൊക്കെ ഒന്ന് കളക്കുകയാണെങ്കിലൊക്കെ ബൂട്ടിന്റെ ആവശ്യമുള്ളൂ. അതെ, ചെറുപ്പം തൊട്ട് ഇവർക്ക് അത് ശീലമില്ലാത്തോണ്ടാവും അതങ്ങോട്ട് ചെയ്യാൻ പറ്റണില്ല. സജീവൻ എന്നിട്ട് കൃഷി ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഈ ബൂട്ട് അവൻ വാങ്ങിച്ചു. എന്നിട്ട് അവനത് ഇട്ടിട്ട് പണിയെടുക്കാൻ പറ്റണില്ല. എന്നിട്ട് അവനത് ചേട്ടനോട് ചേട്ടൻ അവൻ വലിയ ആവേശത്തിൽ അത് വാങ്ങിച്ചു. അത് ഇട്ടിട്ട് ഒരു പറ്റണില്ല. എന്നിട്ട് അത് മറ്റേ കോർപ്പറേഷൻ്റെ അല്ല ഷിബിയും കൊണ്ടുപോയില്ലേ മറ്റേ അവന് നായ്ക്കൂട് കഴുകാനായിട്ട് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ നടക്കാനായിട്ട്. നായ്ക്കൂട് നായ്ക്കളെ കണ്ടമാനം വളർത്തണമല്ലേ, അവർക്ക് ഈ സാധനം വേണം, വൃത്തി വേണമല്ലേ, കയ്യൊറ വേണം, ഈ കൈറ്റുറ വേണം. അപ്പൊ ആ ഷിബിക്ക് അവന് കയ്യൊറയില്ലേ, സ്വർണ്ണപ്പണി. അപ്പൊ അവന് 3 നായ്ക്കളുണ്ടായിരുന്നു അന്ന്. അപ്പൊ അവൻ കൊണ്ടുപോയി. ലിബിയം, അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറഞ്ഞല്ലോ, അതായത് കാക്കകളും കിളികളും. വൈകുന്നേരമുള്ള വീഡിയോകളിൽ അതൊരു പ്രത്യേക വൈബായിരുന്നു. ഒക്കെ ഉണ്ട്. നമ്മള് പുതിയ കിളികൾ വന്നിട്ട് ഇപ്പോൾ അല്ല എന്നിട്ട് ഇതിന്റെ കുഴപ്പം അറിയാം. നമ്മളിപ്പോ ഇങ്ങനത്തെ മൈക്കുകൾ വെച്ചില്ലേ, ഇങ്ങനത്തെ മൈക്കുകൾ വെക്കുമ്പോൾ പുറത്തുള്ള ശബ്ദങ്ങൾ അധികം ക്യാച്ച് ചെയ്യില്ല. അതുകൊണ്ടാണ് നമുക്ക് മൈക്ക് വെക്കാണ്ട് നമ്മള് ക്യാമറ തന്നെ ഓൺ ആക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിനേക്കാളും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് വലിച്ചെടുക്കുക, എല്ലാത്തിന്റെ ശബ്ദം അതായിരിക്കും. ഇതാകുമ്പോൾ ശബ്ദം കിട്ടില്ല പുറത്ത്, അതുകൊണ്ടാണ് കേട്ടാ. ഗിരിജ, അജുവിന്റെ നക്ഷത്രം ഏതാണ്? കാർത്തിക. ഞാൻ സംസാരിക്കുമ്പോൾ അജുവിനെ പോലെ തന്നെയാണ്, അബദ്ധങ്ങൾ തന്നെ പറയാറ്. പക്ഷേ ചില സമയത്ത് എൻ്റെ സംസാരം കേട്ട എല്ലാവർക്കും തോന്നുന്നു എന്നെ പോലെ അറിവുള്ള ആൾ വേറെ ഇല്ലയെന്ന്. അടിപൊളി. അശോക് വേൾഡ്, സരിത ചേച്ചി എടുത്തു കാണിച്ച മധുരക്കിഴങ്ങ് ഒരു തത്തമ്മയെ പോലെ ഉണ്ടെന്ന്. തത്തമ്മയെ പോലെ? ആ ശരിയാണ്, തത്തമ്മ താറാവ് അങ്ങനത്തെ ആ ഗണത്തിലുള്ള താറാവിൻ്റെ പോലെയൊക്കെ തോന്നി. രമ്യ രതീഷ്, ഗുഡ് മോർണിംഗ് അജേട്ട. ഞങ്ങൾക്ക് ഇവിടെ ഇന്നലെ കറണ്ട് പോയതാണ്. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഇപ്പോൾ കറണ്ട് വന്നിട്ടില്ല. എന്നാൽ അപ്പുറത്ത് ഇൻവെർട്ടറിൽ കുത്തിയിട്ട് ചാർജ് ആക്കി. അതുകൊണ്ട് വൈകിപ്പോയി ഇന്ന് വീഡിയോ കാണാൻ. എൻ്റെ പൊന്നോ ചിരിക്കാൻ വയ്യ. ആ വണ്ടം മധുരക്കിഴങ്ങ് കണ്ടപ്പോൾ അജേട്ടൻ മുഖത്ത് വെച്ച് വലുപ്പം നോക്കുന്നത് കണ്ടപ്പോൾ ചിരിക്കാൻ വയ്യ. മധുരക്കിഴങ്ങിൻ്റെ വിളവെടുപ്പ് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. നമ്മുടെ ചേട്ടനെ കളിയാക്കുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ. ബാക്കി വീഡിയോ കാണട്ടെ, കണ്ടിട്ടില്ല. പിന്നെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ആയുർവേദ മരുന്നുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, മധുരക്കിഴങ്ങിൻ്റെ വള്ളി ആദ്യമേ വാങ്ങിക്കളയണം, എന്നിട്ട് പറിക്കാനല്ലേ എളുപ്പം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. സൂപ്പർ വീഡിയോ. ശരി തന്നെയാണ്. ആദ്യം തന്നെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് എടുത്ത് കഴിഞ്ഞ് സുഖമായിരുന്നു. അടുത്തത് ഗിരിപ്രസാദ്,
അജുവേ സരിതേ ജഗ്ഗു എല്ലാ പേരും സുഖമായിരിക്കുന്നതെന്നറിയാം. നിങ്ങളുടെ വിശേഷങ്ങൾ വീഡിയോയിൽ കൂടി എന്നും കാണുന്നുണ്ട്. ഞാനിടുന്ന പല കമന്റും തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. എന്നാലും അതെല്ലാ ദിവസവും വീഡിയോടല്ലേ ചേട്ടാ. അപ്പോൾ ഞാനൊരു രാത്രി 10-11 മണി സമയത്താവും മിക്കവാറും കമൻസിന് റിപ്ലൈ ഇടാനിരിക്കുക. എല്ലായ്പ്പോഴും അങ്ങനെയാണെന്നില്ല, എന്നാലും മിക്കവാറും എല്ലാ പണികളൊക്കെ തീർത്തിട്ട് ആ സമയത്താവും ഇരിക്കുക. അപ്പം ഞാൻ കമൻറ്റ് ഇടുന്ന കമൻറ്റിന് റിപ്ലൈ കൊടുക്കാതിരിക്കുന്ന സമയം വരെ വന്നിട്ടുള്ള കമൻസിന് മൊത്തം റിപ്ലൈ കൊടുത്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരമാണ് പിന്നിരിക്കുക. അപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോൻ്റെ ആയിരിക്കും ഇടുക. അപ്പോൾ ഞാൻ ഈ കമൻസിന് റിപ്ലൈ കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും ആ വീഡിയോയിൽ. അപ്പോൾ ചിലപ്പോൾ ഞാൻ പിന്നെ അത് നോക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. എന്നാലും നിങ്ങൾ നമ്മുടെ സ്വന്തം ആളുകളല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ചാർലി ചാടിപ്പോയെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ബന്ധൂര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ചാർലി പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ് എന്ന് നിങ്ങൾക്കൊരു വിചാരം വേണം. ഉണ്ടായിരുന്ന പേളി പ്രസവിക്കാൻ പോയിട്ട് ഒരു കാലത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ എന്ന് മാലോകരോട് പറഞ്ഞ് നടന്ന പേളി അപ്പുറത്ത് പോയി പെറ്റു. അവിടെ പൊറുതിയായി. ഇപ്പോൾ പിന്നെ എത്ര സഹിക്കും? മതിലിൻ്റെ അപ്പുറത്ത് നല്ല തരുണീമണികളായ നല്ല പെൺപട്ടികൾ. ഈ മഴയത്ത് ആരായാലും ചാടിപ്പോവും. നിങ്ങൾ ചാർലിയുടെ വഴി അടച്ചത് ചാർലിക്ക് ഒരുപാട് വിഷമമായി കാണും. ഇനി മതിൽ ചാടിപ്പോയി രതിപുഷ്പം ചൂടുന്ന രാവിൽ എങ്ങനെ അവരോട് പാടി നടക്കും? സമയമില്ലേ? ആ സമയമാണ് കന്നിമാസം. ആ ടൈം ആവണ്ട നീ അടുത്തത് വരണമെങ്കിൽ. ഇപ്പം അവർക്ക് ആ വക വിചാരങ്ങളൊന്നും ഇല്ല. ഇപ്പം വെറുതെ കളിക്കുക, പുറത്ത് കയറുന്ന കളിക്കുക എന്നുള്ളത് മാത്രമല്ലോ. എല്ലാ വീട്ടിലും കയറി ഉപ്പ് വെച്ച് നേരെ എന്താ പറയുക ആ പറമ്പിലേക്ക് അവിടേക്ക് പോവും. അവിടെ കുറേ പട്ടികളുണ്ട്. പിന്നെ ആ കയറ്റത്ത് കുറച്ചെണ്ണം ഉണ്ട്. അവരുടെ അടുത്തൊക്കെ പോയിട്ട് സുഖാന്വേഷണങ്ങളും കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി പോരും. ഇതൊക്കെ അപകടകരമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാലം ആലോചിക്കണല്ലോ. അപ്പൊ ഇത്ര നാളിവിടെ 3-4 പട്ടികളുണ്ടായിരുന്നില്ലേ? അപ്പൊ ഈ വെയിലൊന്നും ഇല്ലാണ്ട് ഇവര് ഉള്ളിലും അവര് പുറത്തേക്ക് പോയി. അത് ലോട്ടറി കാരണം നമ്മൾ പേരലേക്ക് ചാവാണ്ടിരുന്നു. പുറത്തൊക്കെ പോയിട്ട് കുട്ടികളെ കടിപിടിയും കൂടി മഴയിട്ട് വന്നിട്ട് ഇതാവാണ്ടിരുന്നു. ഇനിയിപ്പോ നമുക്കിപ്പോ ശ്രദ്ധിച്ചൂടെ? ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ചാടിപ്പോണെന്നുള്ള വിചാരമില്ലേ? നമ്മുടെ മുന്നത്തെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചേട്ടൻ പാചകം ചെയ്യാൻ അവിടെ നിൽക്കുമ്പോൾ കാമറയും ടൈസനും എപ്പോഴും ഇവിടെ കിടക്കും. ലോറ ഇങ്ങോട്ട് വരില്ല. ലോറാനും ചേട്ടൻ അവിടെ കിടക്കണ്ടാവില്ല. ലോറയും ബ്രോസും. കാരണം ലോറനെ കാമറി ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. ഒരു പട്ടിക്ക് വേറൊരു പട്ടീനെ കണ്ടുകൂടാന്ന് പറയില്ലേ? പെൺപട്ടികള് ഭയങ്കര ശത്രുത എപ്പോഴും. അതേപോലെ തന്നെ പേളിനെ കൊണ്ടുവന്നപ്പോൾ പേളീനെ ലോറ കണ്ടമാനം കടിക്കും. അത് കാരണം പേളി ലോറ മരിച്ചതിന് ശേഷമാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. അതുവരെ അവള് പോവാറില്ല. ആ തലേദിവസം ലോറ അവളെ അവിടെ മറിഞ്ഞിരിക്കുന്നു. കാരണം ഞങ്ങളെല്ലാവരും അല്ല ചേട്ടനറിയത്ത് വർത്താനം പറഞ്ഞിരിക്കണേ. അപ്പൊ ചാർലി ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നുണ്ട്. ഇവൾക്ക് അങ്ങോട്ട് വരണം പേളിക്ക്. എന്ത് ചെയ്താൽ ലോറ സമ്മതിക്കില്ല. പേളിയുടെ നിറം കാണുമ്പോഴേക്കും ലോറ ഒരു ഓട്ടാണ് അവിടെ നിന്ന്. പിറ്റേ ദിവസമാണ് ലോറ മരിച്ചെന്നുള്ളതാണ്. അതിനുശേഷം പേളി അങ്ങോട്ട് പോകാൻ തുടങ്ങി. പിന്നെ ഫാത്തിമ നജ, ചേട്ടാ ചേച്ചി നിങ്ങൾ മാവിൻ തൈകൾ നട്ടില്ലേ? ഇനി അതിന്റെ ചുവട്ടിൽ നിങ്ങൾ ചോറ് വെക്കാൻ അരി കഴുകുന്ന വെള്ളമില്ലേ? അത് എന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പൊ പെട്ടെന്ന് പൂക്കാൻ തുടങ്ങും. ശരിയാ. അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 4 ദിവസമായിട്ട് ഈ കമന്റ് ഇട്ടതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഞ്ഞി വെള്ളല്ലേ? ചോറ് കഴുകിയ വെള്ളമാണ്. അരി കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പറയണേ. ചോറ് കഴുകിയ വെള്ളം. നിങ്ങൾ ചോറ് വെക്കാൻ അരി കഴുകുന്ന വെള്ളമില്ലേ? അത് എന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നോട് റെഡിയെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, തലേദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാവ് നന്നായി പൂക്കുന്നു. ഞാൻ കഞ്ഞിവെള്ളം കയ്യോടെ കഴുകി പാത്രം കഴുകിയൊക്കെയാണ് ചെയ്യാറ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ട് കഴുകണില്ല, അല്ല അത് കളയണില്ല, അതവിടെ വയ്ക്കും. പിറ്റേ ദിവസം എടുത്തിട്ട് മാവിനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യണേ. അല്ല കഞ്ഞിവെള്ളം ഒഴിച്ചാൽ അടിപൊളി തന്നെയാണ്. നീ കഞ്ഞിവെള്ളം എടുത്തോ? 2 എടുത്തോ? അരി കഴുകുന്ന വെള്ളം എടുക്കാം, ഇതെടുക്കാം. 2 അടിപൊളിയാണ്. തോമസ് മംഗലം, അതെ അജു, ആ 3ാമത്തെ മാവ് വെച്ച സ്ഥലം ശരിയായില്ല. അപ്പുറത്തെ പറമ്പുകളിലേക്കായിരിക്കും എൻ്റെ ചില്ലകൾ പോവുക. കോർണർ ആയതുകൊണ്ട് 2 പറമ്പിലേക്കും പോകും. ഒരെണ്ണം പസന്ത് മുൻവശത്ത് ഗേറ്റിന്റെ ഇടത്തോ വലത്തോ വെക്കാമായിരുന്നു. ഇവിടെ വെക്കാൻ സ്ഥലമില്ലേ ചേട്ടാ. സതിമോഹൻ, മധുരക്കിഴങ്ങ് കിട്ടിയതിലുള്ള സന്തോഷമാണ്, അല്ലാതെ അഹങ്കാരമല്ല സരിതേ. തമാശയാണ് ചേച്ചി. നമ്മൾ പറയില്ലേ, ആദ്യമായിട്ടൊരു സാധനം ചെയ്തതിൻ്റെ അത് ഞാൻ എന്നെ പറ്റി തന്നെ പറയുന്നത്. അതൊക്കെ ഒരു ശൈലിയാണ് പറയണതിൻ്റെ. അതൊന്നും കളിയാക്കലോ അല്ലെങ്കിൽ ശരിക്കും അഹങ്കാരമായി എന്നുള്ള അർത്ഥത്തിൽ പറയണതല്ല കേട്ടാ. അടുത്ത് ജിജോ ജോസ്, ഇതൊരു ചൊറിയാൻ വരുന്ന ഒരാളാണ്. അജുവിന് ഒരു നല്ല ഡോക്ടറെ കാണിക്കണം. ഇപ്പോഴും അജുവിന് നടുവിലൊരു പിടുത്തമുണ്ട്. വെറുതെ കിട്ടുന്ന മരുന്നും പ്രൊമോഷനും പൈസ നോക്കിയിട്ട് കാര്യമില്ല എന്ന്. എന്ത് വിഡിത്താണ് ഇയാൾ എഴുതി വെച്ചേക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ ആരോഗ്യത്തിനൊരു കുഴപ്പമുണ്ടാകുമ്പോൾ അത് മാറ്റണം എന്നുള്ളത് ഈ ജിജോ ജോസിനുള്ളതിനേക്കാളും കൂടുതൽ നമുക്കല്ലേ ഉണ്ടാവുക. എൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ചേട്ടൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചിട്ടായാലും. അപ്പം നമ്മൾ വെറുതെ കിട്ടണ മരുന്നും വാങ്ങിച്ച് കഴിച്ച് പ്രൊമോഷൻ്റെ കാശ് നോക്കിയിട്ടിരിക്കുമോ? അതിലും വലുതല്ലേ നമ്മുടെ ആരോഗ്യം.
അപ്പൊ ഇതിന് മറുപടി ഞാൻ ആളെങ്ങനെയായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അത് നമ്മളങ്ങനെയാണല്ലോ, നമ്മളെങ്ങനെയാ അതുപോലെ മറ്റുള്ളവരെന്നാണ് നമ്മൾ ചിന്തിക്കുക. ഞങ്ങൾ ആളുകൾക്ക് ഉപകാരം അതുകൊണ്ട് ഗുണം ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടായി, അപ്പൊ ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് അറിയാലോ ഏകദേശം ഇത് കുറെ പേർക്ക് ഉപകാരം ഉണ്ടാവും എന്ന്. തണ്ടൽവേദന മാറ്റാനുള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ വയറിന് മലബന്ധമുണ്ടെങ്കിൽ കുറേ കാലമായിട്ട് വയറിളക്കിയിട്ടില്ലെങ്കിൽ പല സ്ഥലത്തും അതിൻ്റെ സയൻസ് കാണിക്കും. പല ലക്ഷണങ്ങളും പലർക്കും പല പോലെ ഇരിക്കും. അപ്പോൾ ഇതുകൊണ്ട് മാത്രം ചിലപ്പോൾ അത് മാറിപ്പോവാം. തണ്ടലിന് വേറെ ഒഴിച്ചിലും പിഴിച്ചിലും കാര്യങ്ങളൊന്നും. ഞാൻ ബിനുവിനെ വിളിച്ചപ്പോൾ ബിനു പറഞ്ഞു ഇതിനെ നീ വയറിളക്ക്, അപ്പോൾ നിനക്ക് കുഴപ്പമുണ്ടെങ്കിൽ അത് തന്നെ പോകുന്നു, കുറച്ച് നാളുകൾക്കുള്ളിൽ പോകുന്നു പറഞ്ഞു. അപ്പോൾ ഓരോന്നിൻ്റെ ചികിത്സകൾ ഓരോ രീതിയിലാണ്. നീർക്കെട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, നീർക്കെട്ടിൻ്റെ വേദന ഉണ്ടാവും അങ്ങനെ. അപ്പോൾ പിന്നെ ആ നടുവിന് പിടുത്തുള്ള വീഡിയോ ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു വട്ടോടി പറയാണ്, അത് ഷൂട്ട് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് SBMൽ പോയത്. പക്ഷെ ആ വീഡിയോ മുന്നിട്ടു എന്ന് മാത്രം. ആ വീഡിയോ ആണ് ആദ്യം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ആദ്യം ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. അതിൻ്റെ താഴെ എന്തുട്ടാണ് പ്രസീത ഹരി പറഞ്ഞിട്ടുണ്ട് അതേന്ന് അതെന്നേന്ന്. അതായത് ഈ വെറുതെ കിട്ടണ അല്ല, അതിനിടയിൽ കൂടെ അതെ നമ്മുടെ ആരോഗ്യത്തിലുള്ള ഭയങ്കരമായ ശ്രദ്ധയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു ഇത് തരുന്നു, ഒരു കൊട്ട് തരുന്നു. അതന്നെ വിചാരം ഇവരുടെ. ഞങ്ങൾക്ക് ഇപ്പൊ ഈ അലർജിയുടെ ഈ മുക്കുറ്റിയും കുരുമുളകും അരച്ച് കൊടുത്തു ആളുകൾക്ക്. അത് എത്രയോ ലക്ഷക്കണക്കിന് പേർക്ക് അത് പ്രയോജനമായിട്ട് അറിയോ ഒരു അല്ലാന്ന്. അതൊക്കെ നമ്മളിപ്പോ ഈ പ്രൊമോഷൻ ഡോക്ടർക്കായാലും അത് പറഞ്ഞു തരേണ്ട വല്ല ആവശ്യം ഉണ്ടാ? മുക്കുറ്റി ലേഹ്യം കഴിച്ചാലാണ് അലർജി മാറുള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ? ആളുടെ ആ മരുന്നുകൾക്ക് ഉണ്ടാവാ. ഈ മുക്കുറ്റിയും കുരുമുളകും ഇവിടുന്ന് അരച്ച് കഴിക്കേണ്ട അതിന്റെ ആവശ്യമില്ല. അത് കിട്ടാ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അപ്പൊ എല്ലാത്തിനും പൈസ മാത്രമായിട്ട് കണക്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ കണക്ട് ചെയ്യുന്ന സ്വഭാവക്കാർക്കാണ് മറ്റുള്ളവരും അങ്ങനെയായിട്ട് അവർക്ക് തോന്നുള്ളൂ. എല്ലാവരും അങ്ങനെയായിട്ട് തോന്നും. അപ്പൊ എല്ലാവരും നിങ്ങളെ പോലെ അല്ലാന്ന് മനസ്സിലാക്കും. കാശ് മാത്രമാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും പ്രൊമോഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത് VP ശോഭന. ചാനലിന്റെ പേരിന്റെ കൂടെ അഗ്രികൾച്ചർ, വില്ലേജ് കുക്കിംഗ് എന്നൊക്കെ എഴുതി ചേർക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ചോദിക്കും ഇതെന്ത് കൃഷിയാണ് എന്ന്. അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നീട് പ്ലീസ് ഡിലീറ്റ് ദാറ്റ് വേർഡ്സ് ഫ്രം യുവർ ചാനൽ നെയിം. നമ്മൾ 100,000 വട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനത്തെ പ്രൊഫഷണൽ കൃഷിക്കാരല്ല. നമ്മൾ പുറമേക്ക് മറ്റേ എന്താ പറയുക കൃഷി വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് മറ്റേ ചേട്ടാ വെറൈറ്റി ഫാർമറിൻ്റെ ഒക്കെ പോലെ ചെയ്യുന്ന ആൾക്കാരല്ല. നമ്മുടെ വീട്ടിലത്തെ അത്യാവശ്യം ഇത് കണ്ടിട്ട് അടുക്കളത്തോട്ടം ഉള്ള സ്ഥലത്ത് ഓരോന്ന് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ? വെറുതെ കിടക്കുന്ന സ്ഥലത്തൊക്കെ ഓരോന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ, ഇതിനിപ്പോൾ വലിയ അറിവൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരില്ലേ? അതാണ്. അപ്പോൾ ഞാനപ്പോൾ അതിനെ ഇത് ഉള്ളവർ ചോദിക്കും ഇത് എന്ത് കൃഷിയാണെന്ന് ചോദിക്കും. ചേച്ചി ചിലപ്പോൾ ഭയങ്കര കൃഷിക്കാരിയായിരിക്കും, അതുകൊണ്ട് നമ്മുടെ ഇത് മോശമായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ ചേച്ചി ഇതിനെ അങ്ങനെ ഒരു കുട്ടിക്കളിയായിട്ട് കണ്ടാൽ മതി. ഞങ്ങൾ ചെയ്യണത് വലിയ സീരിയസ് കൃഷിയൊന്നും അല്ല. അപ്പം ഇത് താല്പര്യമുള്ളവർ, ഇത് കാണാൻ താല്പര്യമുള്ളവർ ഇത് കണ്ടോട്ടെ. കൃഷി എന്ന് പറഞ്ഞാൽ തമാശ അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് തമാശ കൃഷി എന്നല്ല, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തമാശയായിട്ടുള്ള ഒരു കാര്യം പോലും ഞങ്ങൾ സീരിയസ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 55 വയസ്സും 43 വയസ്സായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണില്ലേ, ഞങ്ങൾ ആ പ്രായം തോന്നിക്കാത്ത ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാത്തിനും സീരിയസ് ആയി കണ്ട് എന്തിനെ BP കൂട്ടണേ. ഇപ്പം ഞങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് അതിനെ ഭയങ്കരമായിട്ട് അപ്രോച്ച് ചെയ്ത് ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്തു, ഒരു സാധനം ഉണ്ടായില്ല. അപ്പം എന്താവും? നമുക്ക് ടെൻഷനാവും. ഇച്ചിരി അത്രയധികം കഷ്ടപ്പെട്ടിട്ട് ഒന്നും ഉണ്ടായില്ലല്ലോ, ടെൻഷൻ BP കൂടും. എന്തിനതിന് പോണേ? നമ്മളിങ്ങനെ ചെയ്യണു, കിട്ടുന്നത് ലാഭം. എന്തിട്ടാ ഒരു വെണ്ടത്തോട്ടത്തിൽ നിന്ന് ഒരു വെണ്ടക്കായ കിട്ടിയോളൂ മതി. ഇനിയിപ്പോൾ അത് ഇലയങ്ങോട്ട് ചുരുട്ടി പുഴു തിന്നു, ആ പുഴുവിനോട് നീയാതൊന്നുമല്ലോ അതിന് വിചാരിച്ച് അതിനൊരു വിഷം അടിക്കാനും ഞങ്ങൾ പോകാറില്ല. അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ എല്ലാത്തിനും സീരിയസ് ആയിട്ട് കാണരുത്. അങ്ങനെ കാണുന്ന ആളുകൾ ഡിപ്രഷനിലും പോവും. അവരുടെ ലൈഫേ ടെൻഷൻ നിറഞ്ഞതായിരിക്കും. കാണേണ്ട കാര്യങ്ങൾ ചിലതുണ്ടാവും, അത് അതിൻ്റെ രീതിയിൽ കാണാം. നമ്മൾ ഇതൊക്കെ വളരെ സുഖമായിട്ട് നിസ്സാരമായിട്ട് ചിരിച്ചു കണ്ട് തള്ളിക്കണ്ടൂടെ, അതാണല്ലോ നമ്മുടെ. അതെ. ഇനിയിപ്പോൾ ചേച്ചി ഇത് പറഞ്ഞു ചെയ്തിട്ട് ഞങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണാനും പോകില്ല. ഇത്ര നാളെ എങ്ങനെയാണ് കണ്ടത് അതുപോലെ തന്നെ പോകും. ജെമിനി അച്ചു. സരിതക്കുട്ടി, ആ മധുരക്കിഴങ്ങ് കുറച്ച് ചെറുതാക്കി മുറിച്ച് ആവിയിൽ പുഴുങ്ങണം, എന്നിട്ട് ഈർക്കിളി കൊണ്ട് കുത്തി നോക്കണം. അപ്പോൾ ഈർക്കിളി മുഴുവൻ ഇറങ്ങിപ്പോയാൽ വെന്തു എന്നാണ്. കറക്റ്റ്. ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ആ മധുരക്കിഴങ്ങ് അവിടെ കഴുകി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചേച്ചി പറഞ്ഞ പോലെ ചെയ്യാട്ടാ.
അടുത്തത് വർഗീസ്. എൻ്റെ പൊന്നോ, ആ മാങ്ങ തിന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. ഇങ്ങനൊരു കൊതിയൻ അജിച്ചേട്ടൻ. അല്ല, മാങ്ങ എടുത്ത് തിന്നു പറഞ്ഞില്ലേ, എൻ്റെ ദൈവം, മാങ്ങനെ പറ്റി പറയുന്നില്ല. കോട്ടൂർ കോണം അത്. ഗീതാ കൃഷ്ണൻകുട്ടി. ഞാൻ മനസ്സിൽ വിചാരിച്ചു സരിത ചെടി മാന്തി ഇടുന്നത് കണ്ടപ്പോൾ ആരുടെയും കാലിൽ കൊള്ളുമോ എന്ന്. അജുവിന് കൊണ്ടുവല്ലേ. അമ്മ എന്താണ് സാധനം ഇങ്ങനെ കിടന്നിട്ട് അതിൽ ചവിട്ടി ചേട്ടൻ. പക്ഷെ ഭാഗ്യത്തിന് അത് അമർന്നില്ല, ഇങ്ങനെ ചവിട്ടാൻ ഇങ്ങനെ കാല് കൊണ്ടുള്ളൂ. പിന്നെ മാറ്റി വെച്ചു. അതെൻ്റെ മിസ്റ്റേക്കാണ്. അത് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ സൂക്ഷിക്കണം. ഒരു അരുത്ത് കമഴ്ത്തി നമ്മൾ കൊണ്ടുപോയിക്കണം. ഞങ്ങളും ഇവിടെ പനമുക്കിലാണ് കേട്ടോ ചേച്ചിയുടെ വീട്. വരുമ്പോൾ ഒരു പറമ്പിലാണ് ചേട്ടനും പെങ്ങളും ഉള്ളത്. അവരും മാങ്ങ, ചക്ക, പച്ചക്കറി എന്നിവ തരും. മുംബൈയിൽ നിന്ന് നാട്ടിൽ വന്നാൽ ഈ വക ഒന്നും വാങ്ങണ്ട. അവിടെ എത്തിയാൽ എല്ലാം വാങ്ങി ഉപയോഗിക്കണം. ഇത്തവണത്തെ താമസം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ആർക്കും മഴക്കെടുതി അയ്യോ ബാക്കി കിട്ടിയില്ലല്ലോ. ഇല്ലാതിരിക്കട്ടെ. മഴക്കെടുതിയിലൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്നായിരിക്കും ബാക്കി. അതെ. അപ്പൊ ഈ ചേച്ചിക്ക് സുഖമായി ബോംബെന്ന് വരുമ്പോൾ ആ തൊട്ടടുത്ത് തന്നെ പെങ്ങളും ചേട്ടനും ഉള്ള കാരണം അവർ കൃഷി ചെയ്യുന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. അടുത്തത് സിജു JP. അജു ചേട്ടാ, സരിത, ജഗ്ഗു ഒരുപാട് ഇഷ്ടം. ഞാൻ ഒരു റെഗുലർ വ്യൂവറാണ്. TV-യിലാണ് കാണുന്നത്. കമൻസ് ഇടാറില്ല. എന്നിരുന്നാലും ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ. നിങ്ങളുടെ വീടും പരിസരവും കൃഷിയും എല്ലാം. ഇന്നത്തെ മധുരക്കിഴങ്ങ് വിളവെടുപ്പ് നന്നായിട്ടുണ്ട്. ആ മാങ്ങ കോട്ടൂർ കോണം മാങ്ങയാണ്. തിരുവനന്തപുരത്ത് മാത്രം കാണുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ആ മാവ് നടുമ്പോൾ അജു ചേട്ടൻ മാവിൻ്റെ പേര് പറയുന്നുണ്ട്. ഞാനൊരു തിരുവനന്തപുരംകാരിയാണേ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടാണ്. അത് കോട്ടൂർ കോണം മാങ്ങിയാന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. നമുക്ക് ആ വീഡിയോ തപ്പി നോക്കിയിട്ട് കിട്ടിയില്ലേ. ഞാൻ ഏത് തന്നെയാണ് മാങ്ങാന്നറിയാം. ഈ ടാഗ് ഉണ്ടായിരുന്നില്ല സരിത? ടാഗ് ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണെന്ന് മനസ്സിലായി. സാധനം ഭയങ്കര ടേസ്റ്റാ. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ചേട്ടൻ. സു പേരെന്തുട്ടാന്നറിയില്ല. സു 84 713 അതാണ് കോഡ്. എല്ലാറ്റിനും അത്ഭുതപ്പെടുന്ന അജു. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരും. നമ്മുടെ സന്തോഷങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക എന്ന് പറയില്ലേ മോഹൻലാൽ. അയാൾക്ക് അത് എഴുതുകയാണ് സിനിമയിൽ. എല്ലാറ്റിനും അത്ഭുതപ്പെടുന്ന അജു. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ മാറ്റാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഞാൻ കുറേ പേരുണ്ട് ഇപ്പോഴും, അയ്യോ നമ്മുടെ ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യില്ല. അയ്യോ അവർ കണ്ടെന്നിട്ട് വിചാരിക്കുക, ഇവർ കണ്ട എന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും. മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിയേക്കരുത്. നമുക്ക് ഈ ഒരൊറ്റ ജീവിതമുള്ളൂ കേട്ടാ. ഇനി വേറൊരു അടുത്ത ജീവിതം കിട്ടുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാമെന്നൊന്നും വിചാരിക്കരുത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത കാര്യം ആണ്. ഇനി ചിലവർക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ വേദനിക്കുന്നത് കാണുമ്പോഴോ ഇഷ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് സന്തോഷം തോന്നുന്ന കാര്യം അതാഞ്ചിട്ട് അത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക. അതല്ല ഈ പ്രായത്തിൽ ഞാൻ പാട്ടും ഡാൻസൊക്കെ ഇപ്പോൾ പഠിക്കണം. നമ്മളായിട്ട് ജീവിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ മാറ്റാൻ പറ്റുമോ? ഞാൻ നിങ്ങൾ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ മുതൽ കാണുന്നതാണ്. എനിക്ക് യൂട്യൂബ് നോക്കാനുള്ള ഫോൺ കിട്ടിയത് അപ്പോഴാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കൃഷിസ്ഥലങ്ങൾ, വീട്, പരിസരം, പിന്നെ നിങ്ങളെ. നമ്മൾക്ക് ആരെയും പ്രസാദിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മളെന്തോ അത് മാത്രം മതി. അതാണ് എല്ലാവർക്കും ഇഷ്ടം. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്തിയാൽ ഏച്ചിട്ടിൽ മുഴിച്ചിരിക്കുന്നു പറയുന്ന പോലെ ഇരിക്കും. ഗോഡ് ബ്ലസ് യു ഡിയേഴ്സ് ജഗ്ഗുമോൻ. നല്ല കാര്യം, നല്ല ഉപദേശവും കൂടിയിട്ടാണ്. സന്ധ്യ കളരിക്കൽ. അജു ഏട്ടാ, നടുവിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. സരിത ചോദിക്കുന്നുണ്ട്, ചേട്ടാ പറ്റണില്ല അല്ലേ? അജേട്ടൻ ബുദ്ധിമുട്ട് കണ്ടിട്ടാ ചോദിക്കണേ സരിത. ഇത് അലോപ്പതി കാണിക്കൂട്ടോ. ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഡിസ്കിന് അകൽച്ച വരുമ്പോഴാണ് ഈ കുമ്പിട്ട് നിവരാൻ പറ്റാതെ വരുന്നത്. സരിത അജേട്ടനെ നല്ലൊരു ഡോക്ടറെ കാണിക്കൂ. ജഗ്ഗുമോനെ ഉമ്മ. ഇന്നലെ നിങ്ങളുടെ പഴയ കുറേ വീഡിയോകൾ കണ്ടു അമ്മ. പിന്നെ പാല് കാച്ചൽ. ഇതുപോലെ ഇനിയും നിങ്ങൾ ഒത്തുകൂടണം കേട്ടോ. അത് കാണാനാണ് ഞങ്ങൾക്കിഷ്ടം. സുജിത വരാറില്ലേ? കാണാറില്ല. സുജിതയെ കാണിക്കണം. അനിലേട്ടൻ്റെ റിട്ടയർമെൻറ്റ് എന്നാണ്? അനിലേട്ടനോട് പറയൂ റിട്ടയർമെൻറ്റ് ആഘോഷമാക്കണമെന്ന്. എല്ലാ കുടുംബങ്ങളെയും വിളിച്ചു ഒത്തുകൂടാൻ പറ, ഒത്തിരി സ്നേഹത്തോടെ. ജൂൺ 30 ജൂൺ 30 തീയതിയാണ് കേട്ടാ. പിന്നെന്താണ്, സുജിത മഴ തുടങ്ങിയതിന് ശേഷം വിളിച്ചിട്ടില്ല. പക്ഷെ അവൾക്ക് കുറച്ച് സാധനങ്ങൾ അവൾക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ വിളിച്ചു. അപ്പോൾ അവൾ വന്നു. അപ്പോൾ പച്ചക്കറികളും പിന്നെ അവൾക്ക് സ്കൂൾ തുറക്കല്ല. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ ജഗ്ഗുവിന് വാങ്ങിച്ച കൂട്ടത്തിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് 3 കുട്ടികൾക്ക് വാങ്ങിക്കണ്ടേ. അപ്പോൾ യൂണിഫോം എടുത്തപ്പോൾ എന്നെ കുറേ പൈസയുണ്ട് അവൾക്ക്, 3 പിള്ളേർക്കും കൂടി. അപ്പോൾ ബാഗും പുസ്തകങ്ങളും പാനും പെൻസിലും റബ്ബറും എന്നിട്ട് പറയാം അങ്ങനെ കുറേ സാധനങ്ങളില്ലേ, വലിയൊരു ചിലവാണ്. അപ്പോൾ ജഗ്ഗുവിന് വാങ്ങിച്ച കൂട്ടത്തിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കൊടുക്കാനൊക്കെ കൂടിയിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നുപോയി. അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഈ മഴയത്ത് പറ്റില്ല വൃത്തിയാക്കാനായിട്ട്. പിന്നെ ചിലപ്പോൾ വല്ല അസുഖം വരും. ചിലപ്പോൾ ആ പൈസയുടെ ആവശ്യം കാരണം വിളിച്ചാൽ വരികയായിരിക്കും. വന്നിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വയ്യാണ്ടാവും. അടുത്തത് സുമ അപ്പു.
അതാണ് അജു സരിത ആരെന്ത് പറഞ്ഞാലും അവർക്ക് കുശുമ്പ് കൊണ്ട് പറയുന്നതാ. സഹോദരങ്ങളെ തമ്മിൽ തല്ലിച്ച് സുഖം കണ്ടവർ അതിനെ ശ്രമിക്കും. നമ്മൾ അതിൽ വീഴാതിരിക്കുക. അജു പറഞ്ഞാണ് ശരി. ഈശ്വരൻ കർമ്മം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, ഫലം ഇച്ഛിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താണോ അതുപോലെ ജീവിക്കുക, അതാണ്. അപ്പം നമ്മളൊന്നിനും സീരിയസ് ആയിട്ടൊന്നും കാണണ്ട. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, കിട്ടാനുള്ള ഫലം തന്നെ വരും. വരുമോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. മറ്റേ സിനിമയിൽ പറയില്ലേ, പത്മശ്രീ വേണ്ടിട്ട് പ്രാഞ്ചേട്ടനില് ഇയാൾക്ക് നിന്നിട്ട് സോഷ്യൽ സ്റ്റഡീസിന്റെ ക്ലാസ് പറഞ്ഞല്ലേ. അടുത്തത് ലീന രാധാകൃഷ്ണൻ. ഇനി ബിഷപ്പിന്റെ അടുത്ത് അതുവഴി പിടിക്കാൻ നോക്കിയപ്പോ ഫ്രാൻസിസ്, നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ തുടരുക, അതിന്റെ ഫലം നിങ്ങളെ തേടി വരാതിരിക്കാം. ലീന രാധാകൃഷ്ണൻ. ഇനി പറമ്പിൽ വളമിടണ്ട, എല്ലാ സ്ഥലത്തും വളം കിട്ടി, ഇനി വിത്ത് പാകിയേ വേണ്ടു, കഷ്ടപ്പെട്ട് കിളക്കേ വേണ്ട, ഭയങ്കര വിളവായിരിക്കും. അത് കണ്ട് സരിതയുടെ കണ്ണ് തള്ളും. അജു ചെയ്യുന്നതെല്ലാം നല്ലത്, ഇനി ഒന്നും പറയണ്ട. എൻ്റെ അജുവേ, തൻ്റെ ഒരു കാര്യം എനിക്ക് നിങ്ങളൊന്ന് കാണാൻ തോന്നുന്നുണ്ട്, വരൂ നമുക്ക് കാണാം. ഇപ്പൊ വരണ്ടേ, നീ മഴയില്ലേ, കുറച്ചാൾ കഴിഞ്ഞിട്ട് വന്നാൽ മതി. മഴയൊന്നും ഒതുങ്ങിയിട്ടേ ആഗസ്റ്റ് മാസം കഴിട്ടാ. മായാദേവി. സരിത എന്തൊക്കെ പറഞ്ഞാലും പച്ചക്കറി പറിക്കുമ്പോൾ അജുവിൻ്റെ സന്തോഷം കാണുന്നില്ലേ? എനിക്ക് സന്തോഷമായി മക്കളെ. ജഗ്ഗുമുത്തിന് പൊന്നുമ്മാട്ടോ. ആദ്യമായി കുഞ്ഞുണ്ടാകുമ്പോൾ കാണുന്ന ഒരു സന്തോഷമാണ് അജുവിന്. ഗോഡ് ബ്ലസ് മക്കളെ. സന്തോഷം. അനുരഞ്ജ് അനു. കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ സന്തോഷമായി. എല്ലാവരും ഒരുമിച്ച് ഉള്ള വീഡിയോ പണ്ട് ഉള്ള പോലെ ഇനി ഉണ്ടാവട്ടെ. അടുത്തത് അഞ്ജു അനിൽ. എപ്പോൾ കണ്ടാലും ചോദിക്കാൻ മറന്നു പോന്നു. എല്ലാ തെങ്ങിൻ്റെ ചുവട്ടിലും തേങ്ങ കിടക്കുന്നുണ്ടല്ലോ, നല്ല തേങ്ങയല്ലേ അതൊക്കെ? ഇവിടെ ഒരു തേങ്ങയ്ക്ക് 65 രൂപയാണ്. ഇടയ്ക്കിടയ്ക്ക് വീഴുന്നതാ. തേങ്ങ ഒഴിച്ച് ബാക്കി സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോരും. അത് സജീവന കൊണ്ടുപോവുക തേങ്ങ. അപ്പോൾ നമ്മൾ പറമ്പിൽ നാളികേരടാൻ നമ്മുടെ ഇവിടേക്ക് വരുന്ന സമയത്ത് അയാൾ അവിടെ ഇടിപ്പിക്കും. എന്നിട്ട് സജീവനെ വിളിച്ച് പറയും, ദേ അവിടെ നാളികേരിട്ടുണ്ട് ഇട്ടാ കൊണ്ടോക്കോളൂ. അപ്പൊ സജീവന് രാഗിയും ചാക്കിൽ പറക്കിയത് കൊണ്ടോക്കോളൂ. ഇനിയിപ്പോ അവൻ വന്നത് കൊണ്ടോക്കോളൂ. ഇപ്പൊ തന്നെ വീണത് ഈ കാറ്റും മഴയല്ലേ അപ്പൊ വീണതാ. ഇവിടെയും വീഴുണ്ട്. അടുത്തത് ചിന്നുവിന്റെ അമ്മ. വെജ് കൃഷി സൂപ്പർ. മധുരക്കിഴങ്ങ് നടുന്നു മുതൽ കാണുന്നത് ഞങ്ങൾക്കറിയാം അജുവിന്റെ കഠിനാധ്വാനം. വീടിന് ചുറ്റും നട്ട് വെച്ച മരങ്ങളുടെ വീഡിയോ മുതലാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയത്. അജു തീർച്ചയായും കഠിനാധ്വാനിയാണ്. നല്ല ആശയങ്ങൾ അവനുണ്ട്. സരിത വളരെ പിന്തുണയ്ക്കുന്നവളാണ്. കൊച്ചു ജഗ്ഗുമോൻ ബുദ്ധിമാനാണ്. സന്തോഷം. ശിവദാസ് അമ്പലപ്പറ്റ. മൺസൂൺ വിളവെടുപ്പ് സൂപ്പറായിട്ടോ. മഴ പെയ്താരണം ചാണകത്തിന്റെ കാര്യം കഷ്ടമായി. അജൂസേ, സരിത അന്ന് പറഞ്ഞതല്ലേ ചാണകം ഇപ്പം വേണ്ടാന്ന്. നമ്മൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ വാക്ക് കേൾക്കാൻ കുറച്ച് മടിയുള്ളവരാ. അവരുടെ വാക്കിന് വില കൊടുക്കാറില്ല. ബിന്ദു ചേച്ചിയുടെ 2 കറിയും ബ്രെഡും അടിപൊളി. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് സൂപ്പർ. സന്തോഷം. രാസി ലുലു. അരുൺ കോക്കുവിന് ചാകരയാണല്ലോ. മരങ്ങൾ വീണ് പണികൾ കൂടുതൽ. ചിലർക്ക് നാശം ചിലർക്ക് ലാഭം. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയില്ലേ? അതന്നെ കാര്യം. നമുക്ക് കുറേ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് നഷ്ടം, നമ്മുടെ ആരോഗ്യം പോകുന്നു. പക്ഷേ മെഡിക്കൽ ഷോപ്പുകാർക്കും ആശുപത്രിക്കാർക്കും ലാഭം. അങ്ങനെ അല്ലേ? എല്ലാം പരസ്പര പൂരകമായിട്ട് അങ്ങനെ കിടക്കുന്നു. സമൂഹമല്ലേ? അതെ. ഇക്കോവ്യൂഹം കഴിഞ്ഞ. അടുത്തത് റഫീഖ്. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഇതുപോലെ കൃഷി ചെയ്യണം എന്ന്. എനിക്ക് കഴിയാതെ പോയത് നിങ്ങളിലൂടെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ വിഷമങ്ങളെല്ലാം നിങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ ഞാൻ മറക്കും. ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെല്ലാവരെയും. അതൊക്കെ വിഷമമൊക്കെ മറന്നോ? പക്ഷേ മാതൃകയാക്കാൻ പറ്റുന്ന കൃഷിയൊന്നുമല്ല നമ്മുടെ. അടുക്കളത്തോട്ടൊക്കെ പണിയാൻ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താലും മതി, സാധനം കിട്ടും. പക്ഷെ വലിയ കണ്ടമന ഏക്കർ കണക്കുള്ള കൃഷിയില്ലേ, അത് തന്നെ അനുകരിക്കരുത്. ഒക്കെ നമുക്ക് ഈ കൂടുതൽ കൃഷിഭവനിൽ ഇവിടെയൊക്കെ പോയി പഠിച്ച് ഇപ്പോൾ നമ്മൾ കരിമക്കാരെ നാൾ കാണിച്ചില്ലേ, അവരൊക്കെ തണ്ണിമത്തൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ കാണിക്കില്ലേ, അങ്ങനത്തെയൊക്കെ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. കരിമിക്കാരെ അവിടേക്ക് പിന്നെ പോയില്ലേ, ചേർപ്പിലിക്കല്ലേ നമ്മൾ പോവാന്ന് പറഞ്ഞ ദിവസം ആൾക്ക് ഒഴിവുണ്ടായിരുന്നില്ല. അടുത്തത് വനജ ജയകുമാർ. അടുത്ത മാസം മുതൽ കേരളത്തിലെ പശുക്കൾ ചാണകം വിടില്ല എന്ന വിലപ്പെട്ട അറിവിന് ഒരുപാട് നന്ദി. ഇനി ചാണകം കിട്ടില്ല എന്നാണ് അജു പറയുന്നത്. അറിയാതെ ഒരു അബദ്ധം പറ്റി, ഇനി ഞാൻ ശ്രദ്ധിക്കാം എന്ന ഒരു വെറും വാക്ക് പ്രതീക്ഷിച്ചു. എവിടെ, ആര് പറയാൻ? ഞങ്ങളുടെ ചില വഴക്കുകൾ അതുമേ കൂടെ പോവുക. അതായത് ഞാനിതുപോലെ തന്നെ ചേട്ടന് ഭീകരമായ അബദ്ധവും പറ്റിയിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്കും അറിയാം, ചേട്ടനും അറിയാം. അപ്പം അത് പറയുമ്പോൾ ചേട്ടൻ ശരിയടി അവരബദ്ധം പറ്റി, അതവിടെ നിൽക്കും ഞങ്ങളുടെ സംസാരം. അപ്പോൾ അത് പറയില്ല, അതുമേക്കൂടെ ഓരോ മണ്ടത്തരങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ചേട്ടൻ ന്യായീകരിച്ച് പോകും. പിന്നെ ഒരു പോയിന്റിലെത്തുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് പോണത് അപകടത്തിലേക്കാണ്, ഇതിൻ്റെ വഴക്കിലേക്ക് എത്തും. അപ്പം പിന്നെ ഞാനത് അവിടെ നിർത്തും. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആൾക്കത് കയറുന്നില്ല എന്ന് കാണുമ്പോഴേ. അല്ല, അവിടെ ഇപ്പൊ മഴ മാറി കഴിഞ്ഞാൽ കൊത്തി കളക്കാം. എല്ലാ സ്ഥലത്തും പരന്ന് അടിപൊളി വന്നിട്ട് അച്ഛൻ പറയാറില്ലേ,
എന്നിട്ട് അടപ്രഥമന്റെ ചരക്ക് പോലെ ചെരിഞ്ഞ പോലെ ആ അതുപോലെ കിടക്കുന്നുണ്ട്. ഇവിടെ ആരും പറയാം എന്നിട്ട് ഒലിച്ചു പോയ ചാണത്തിന് ഒന്നും സംഭവിക്കാത്ത പോലെ അജു സ്വയം ആശ്വസിപ്പിക്കുകയാണ്. ചാണം പുറത്തേക്ക് പോലും ഒക്കെ കെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. എവിടെ ഒതുക്കി വെച്ചാണ്? അല്ല ഒരു സ്ഥലത്തേക്കും പുറത്തേക്ക് പോയില്ലത്. അതെ അത് ആ മതിലരൂത്തൊട്ടാണ്. അപ്പം ആ മതിലിൻ്റെ അടിഭാഗത്ത് മറ്റേ കരിങ്കലിൻ്റെ പൊത്തുകളാണല്ലോ, അതിൽ കൂടെ ഒരു വിധമൊക്കെ മറ്റേ അപ്പുറത്തെ ചന്ദ്രേട്ടൻ്റെ കണ്ടത്തിലേക്ക് പോയിട്ടുണ്ട്. പൂയിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോയിരിക്കോ, ഇങ്ങോട്ട് പടർന്നാൽ മതി, നിങ്ങൾ അങ്ങോട്ട് കടക്കായിരിക്കോ എന്ന് പറഞ്ഞു പോന്നിട്ടുണ്ട്. അത് കാരണം പോവില്ല. പറ്റിയ അബദ്ധം സമ്മതിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അജു. സരിത പലപ്പോഴും ആവർത്തിച്ച് തിരുത്തിയാൽ അജു ഒരു തവണ പോലും തെറ്റ് സമ്മതിച്ചു കൊടുക്കില്ല. എന്നെങ്കിലും അജു ഇത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നടക്കില്ല എന്നറിയാം, അത് നടക്കില്ലെങ്കിലും ആശംസകളോടെ. സുമം സ്വന്തം തോട്ടത്തിൽ വിളവെടുത്ത വിഷമില്ലാത്ത പച്ചക്കറികളുമായി നടന്നു വരുന്ന അജുവേട്ടനെയും സരിതയെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഹാപ്പി വീഡിയോ. സന്തോഷം. സിന്ധു സതീഷ്, ഹായ് അജു, സരിത, ജഗു. ഇന്ന് ജോലിയിൽ നിന്ന് വിരമിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനൊരു ഹായ് പറയുമോ? പിന്നെ തീർച്ചയായും ഇന്ന് തന്നെയാണല്ലോ. ഇന്ന് ശശി നമ്മുടെ ഇന്നലെയാണ്. ഇന്നായിരിക്കും 31-ാം തീയതിയിലേക്ക് വിരമിക്കുക. ഇന്ന് 12,000 ചില്ലറ പേരാണ്ട് കേരള ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിക്കുന്നുണ്ട്. അതിലൊരാൾ നമ്മുടെ അതോലോകത്തെ ശശിയാണ് ഇപ്പൊ ആളും. അപ്പൊ ആൾക്ക് സിന്ധു സതീഷ് ആയിരിക്കും ഹസ്ബൻഡ് എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. അതായത് എന്താ പറയാ, ഇത്ര നാളും ഗവൺമെന്റിനെ, അതായത് നമ്മുടെ ജനങ്ങളെ മൊത്തത്തിൽ സേവിച്ചു. ഇനി വീട്ടില് സ്വന്തം കുടുംബസ്ഥനായിട്ട് ഇരിക്കുക. അല്ല അങ്ങനെ ഒതുങ്ങിക്കൂടണമെന്ന് പറയില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വേറെ പല മേഖലകളുണ്ടാവും. ഇതുവരെ നടക്കാത്ത കുറേ കാര്യങ്ങൾ. ചിലർക്ക് നാടകം ഇഷ്ടമായിരിക്കും, ചിലർക്ക് പാട്ട്, ചിലർക്ക് ഡാൻസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, കൃഷി, പല മേഖലകളും ഉണ്ടാവുമല്ലോ. അപ്പം എന്തിലേക്കാണ് ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളുണ്ടാവും. ജോലിക്ക് പോകണതിൻ്റെ തിരക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വീട്ടിലിരുന്ന് പോരുത്, നമ്മുടെ ആരോഗ്യം പോവും. ഓമന രാമദാസ്, ഞാനും ചാണം വാങ്ങിച്ചു കുഴിയിൽ നിറച്ചു. പിറ്റേന്ന് നോക്കിയപ്പോൾ കുഴി നിറഞ്ഞ് ചാണം പുറത്തേക്ക് പോയി. ചാണകത്തിൽ ഗ്യാസ് ഫോം ചെയ്ത് പുറത്തേക്ക് കവിഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ കമന്റ് വായന കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കറണ്ട് പോയി, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും കുഴപ്പമില്ല, നമ്മളത് ചില കമന്റിന് ഞാൻ കുറച്ച് റൂഡായിട്ടൊക്കെ പ്രതികരിച്ചു തോന്നുന്നു. നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. നന്ദി, നമസ്കാരം.